പിരിസംബിച്ചാൽ നാളെ ഖബറിൽ വെച്ചിട്ട് നിന്നെ നബി ആര് മോനെ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിനെ പിരിസംബിച്ചവനിക്കതാ റസൂലുള്ളാഹിന്റെ ഫോട്ടോ കാണിച്ചിട്ട് റസൂലുള്ള തന്നെ ഹാദിറാകുന്നവിടെ ഇയാളെ അറിയോ? റസൂലുള്ളാഹിനെ പിരിസംബിച്ചവരാണെങ്കിൽ അവിടെ റസൂലുള്ളാഹിനെ പരിചയം കിട്ടിയിട്ട് അവൻ പറയും മുഹമ്മദുൻ നബി, ഇത് റസൂലുള്ളയാണ്, എൻ്റെ നബിയാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ഖബറിൽ ഒരുപാട് ചോദ്യമുണ്ട്. എന്താ ചോദ്യോ? ഒക്കെ നീ ആരെ അഭിമാനിറാ? ഞാൻ ബ്രസലിന്റെ അഭിമാനി, ഞാൻ സിനിമാണ്ടന്റെ അഭിമാനി, മമ്മൂട്ടിൻ്റെയോ അല്ല മറ്റും എന്ത് കുട്ടിയ ആയിക്കോട്ടെ, വളച്ചറമ്പേ ഓൻ്റെ പോലത്തെ മീശ, ഓൻ്റെ പോലത്തെ ഷർട്ട്, ഓൻ്റെ പോലത്തെ താടി, ഓൻ്റെ പോലത്തെ മീശ വെച്ചിട്ടാണ് നടക്കുക നമ്മളെ ചെറുപ്പക്കാർ. മുടിയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി കണ്ടെങ്കിൽ റബ്ബേ അല്ലാഹ് കാക്കട്ടെ. ആര്? നമ്മളെ മുഹമ്മദിന്റെ അബൂബക്കറിന്റെ മക്കളാ, ഫാത്തിമാന്റെ ആയിഷമാന്റെ മക്കളാണ്. അല്ലാഹ് ഓരോരുത്തരുടെ മുടി കാണുമ്പോ എന്ത് സുബ്ഹാനല്ലാഹ്, കക്കൂസിന്റെ ബ്രസ് പോലെ ഉണ്ടാവും ചില മുടി. കക്കൂസിന്റെ ബ്രസ് കാണണ അങ്ങനെ. പിന്നെ ഒരു കൂട്ടുണ്ട് ബോക്സ് കട്ട്, സുബ്ഹാനല്ലാഹ്, ഡേഞ്ചർ കട്ട്, ഷേജർ കട്ട്, സ്ലോപ്പ് കട്ട്. മക്കളെ, ഈ കട്ടൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലൽ നഹാനിൽ ഖസഇ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ ചെത്തിട്ട് മദ്യത്തിൽ മാത്രം മുടിവെക്കുന്നത് വിരോധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുടിവെക്കുമ്പോ നല്ല ജുൽഫ് കെട്ട് വെക്കറ, ഒരുപോലെ എന്നെ മുടിയാക്കിയിട്ട് നല്ല എണ്ണ ഇട്ടിട്ട് വാരിട്ട് നല്ല ചന്താക്കി. മുടിവെക്കുന്നതിന് വിരോധമൊന്നുമില്ല. മുടിവെക്കുമ്പോ അവിടെ ചെത്തിട്ട് മദ്യത്തിൽ മാത്രം മുടിവെക്കുന്നത് ഹറാമാണ്. അല്ലാഹു കാക്കട്ടെ, പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. നഹാനിൽ ഖസഇ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ ചെത്തിട്ട് മദ്യത്തിൽ മാത്രം മുടിവെക്കുക, ബോക്സ് കട്ട്. എന്ത് ബോക്സ്, എന്ത് ഡേഞ്ചർ കട്ടറാ. നാളെ മഹ്ശറിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഖം നോക്കുമ്പോ മുഹമ്മദേ, അബൂബക്കറേ, മൂസ, നീ ആരഭിമാനിയായിരുന്നോടാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാരാകട്ടെ. നമ്മളെ അഭിമാനി ആകേണ്ടത് ആരെ അഭിമാനി? മുഹമ്മദ് മുസ്തഫ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിലാണ് നമുക്ക് മാതൃക ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ കുടിച്ചോ അങ്ങനെ കുടിക്കണം. മതിയാ, എവിടെ പോന്ന്? പിടിച്ചില്ലേ? മനസ്സിലായില്ലേ? എൻ്റെ ഭാഷ മനസ്സിലാവുന്നില്ല അന്നല്ലേ? അങ്ങനെ മാസം മനസ്സിലാവാത്ത പോയതല്ലല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവർക്ക് എന്താ അർജന്റ് ഉണ്ട്, അങ്ങനെ പോയത്. വരും അള്ളാഹു കാക്കട്ടെ. അപ്പോ ഞാൻ എന്താ പറഞ്ഞത്? മറന്ന ഇപ്പോഴെന്നെ പറഞ്ഞെങ്കിൽ പിന്നെ അപ്പുറം പോകുന്നുണ്ടോ? ഞാൻ എന്താ വിഷയം എടുത്തത് ഇപ്പൊ? അത് കട്ട കഴിഞ്ഞല്ലേ, പല കട്ടുണ്ട്. പല സൈസിന്റെ കട്ടെല്ലാം ഉണ്ട് ഇപ്പോ. ഇങ്ങനെയുള്ള കട്ടം വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ അഭിമാനിയായിട്ട് നടന്നാലേ രക്ഷയുള്ളൂ. അല്ല, ഏതെങ്കിലും സിനിമാണ്ടന്റെ അഭിമാനിയായി അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചുകാരന്റെ അഭിമാനിയായി നടന്നാൽ നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ആട്ടി ഓടിക്കും. എന്റെ അഭിമാനിയല്ലടാ നീ നാളിന്ന് അവന്റെ അഭിമാനിയല്ലേ, അവന്റെ കൂടെ പോയിക്കോ. ഉമ്മാ, നീ ആരെ അഭിമാനിയായോ അവരെ കൂടെയാണ് നാളെ പടത്തിറ ഭയക്കുന്നത്. അവൻ നരകത്തിൽ പോകുന്നെങ്കിൽ ഞാൻ നരകമായിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിലാണ് നമുക്ക് മാതൃക ഉള്ളത്. എങ്ങനെ റസൂലുള്ളാഹി കുടിച്ചോ അതുപോലെ നാം കുടിക്കണം. റസൂലുള്ളാഹി എങ്ങനെ വെള്ളം കുടിച്ചത്? വലത്തെ കൈയില, ഇടത്ത കൈയില? ഈ കയ്യിലല്ലേ? ഈ കയ്യില. നമ്മളോ ഈ കയ്യിൽ സിഗരറ്റും ഈ കയ്യിൽ സോഡും ജ്യൂസും. ഡബിൾ ആജി, മുഹമ്മദ് ആജി, അബൂബക്കറാജി, ബോക്കറാജി, ഇങ്ങനത്തെ വിഷയമല്ല. ഏത് ആജായാലും വലത്തെ കയ്യിൽ സിഗരറ്റ്, ഇടത്തെ കയ്യിൽ നല്ല ജ്യൂസും കുടിച്ചിട്ട് മൂപ്പറിതാ ഇതിലുറ്റ കുടി. ആ കുടിക്കുമ്പോ വായിൽ വെച്ച കുപ്പി എടുക്കുന്നപ്പോ എണ്ടാമ്പോ മുന്നേൽക്കൂല. കുറേശ്ശമായി കുടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ.
വെള്ളം കുടിക്കുമ്പോ കുറേശ്ശമായി കുടിക്കണം, ഒന്നിച്ചു കുടിക്കാൻ പാടില്ല. കുടിക്കുമ്പോ ഒരുപാട് സുന്നത്ത് നമുക്ക് കിട്ടുന്നു. ബേജാറായിട്ടില്ലേ? കുടിക്കുമ്പോ കുറേശ്ശമായി കുടിക്കണം. കുപ്പി വെച്ചത് എണ്ടാന്ന് നീത്തുന്നതല്ല, അത് പാടില്ല. അത് ഒട്ടകം കുടിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടി പറ്റൂല, മനുഷ്യന്റെ കുടി കുടിക്കണം. തിന്നുമ്പോ വലത്തെ കയ്യിൽ തിന്നണം, വലത്തെ കയ്യിൽ കുടിക്കണം. ഇപ്പൊ നമുക്ക് തിന്നുന്നത് തന്നെ പടച്ച റബ്ബേ 4 കൈ ഉണ്ടെങ്കിലും ഓക്കെ തന്നെ. ബഫാ സിസ്റ്റം അല്ല ഇപ്പൊ. എന്ത് ബഫാ സിസ്റ്റം? കല്യാണത്തിന് പോയാൽ സുബ്ഹാനല്ലാ പല ജാതി ഭക്ഷണം ഉണ്ടാവും. ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും തൊക്കൂലും എല്ലാം വെച്ചിൽ തിന്നു നോക്കണം റബ്ബേ. സോഡ തൊക്കില്, അപ്പുറത്തെ കയ്യിൽ ഇപ്പുറത്തെ കയ്യിൽ ടിക്ക പക്ക കൊക്ക, സ്വർഗത്തിന്റെ കോഴി നരകത്തിന്റെ കോഴി. അല്ലാഹു നമ്മളെ കാക്കുമാരാകട്ടെ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. വേസ്റ്റ് ചെയ്യുന്നവർ, അനാവശ്യം ചെയ്യുന്നവർ, അവർ ശൈത്താന്മാരെ ചങ്ങായിമാരാണ്. എത്ര ഐസ്ക്രീം വലിച്ചെറിയുന്നു, എത്ര ഭക്ഷണമാണ് നമ്മളെ എറിയുന്നത് അല്ലേ? അല്ലാഹ് വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും തിന്നുന്നു നോക്കണം റബ്ബേ. തിന്നുന്നത് പോലും ഒരു അദബില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഈ ആഫത്തല്ല റബ്ബ് തന്നത്. പടച്ച റബ്ബ് കാക്കുമാരാകട്ടെ. ഇന്ന് നോക്ക്, നിന്ന് മുത്തിരിക്കുന്നവർ കൂടിപ്പോയി. എന്തേ മുന്നേ ഏതെങ്കിലും പള്ളിയിൽ ഇരുന്നിട്ട് തിന്നല്ല, നിന്നിട്ട് കക്കൂസുണ്ടായ ആചാരം എന്താ? നിന്നിട്ടുള്ള കക്കൂസുണ്ടായ. ഇപ്പൊ കക്കൂസ് കെട്ടുമ്പോഴേ ജമാഅത്ത് കമ്മിറ്റിന്റെ ഓർഡർ 4 കക്കൂസ് നിന്നിട്ടുള്ളത് വേണോ. ഇരുന്നിട്ടും കിടന്നിട്ടും മണന്ന് കിടന്നിട്ടും ഇന്ന് കക്കൂസിൽ പോകുന്ന അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കഴിവില്ലാത്തവരല്ലേ നിൽക്കേണ്ടത്, ഇരിക്കാൻ കഴിവില്ലാത്തവരല്ലേ നിന്ന് മുത്തരിക്കേണ്ടത്. ഇത് അങ്ങനൊന്നുമല്ല. ഈ ബാൻഡേജ് പോലത്തെ പാൻറ് ഇട്ടിട്ട് വരുന്നമ്മ, ടൈറ്റ് പാൻറ് ഇട്ടിട്ട് വന്നിട്ട് നിന്നിട്ട് മുത്തരിക്കാം. അല്ലാഹു കാക്കട്ടെ. പാൻറിന്റെ മോശം കൊണ്ടിട്ട് നിന്ന് മുത്തരിക്കാൻ പറ്റുമോ? അങ്ങനെ മൂത്രമൊഴിച്ചാൽ അല്ലാഹു മുസീബത്ത് തരുന്നു. എങ്ങനത്തെ മുസീബത്ത് എന്നറിയോ? ആ മുസീബത്തിന് മരുന്നില്ല. നിന്ന് മൂത്രമൊഴിക്കുന്നത് കാരണമായിട്ട് അവനിക്ക് കൊടുക്കുന്ന ശിക്ഷ, അവനിക്ക് കൊടുക്കുന്ന രോഗം, ആ രോഗത്തിന് മരുന്നില്ല. അല്ലാഹു കാക്കുമാരാകട്ടെ. ഇന്ന് നോക്ക്, അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്നവർ കൂടിപ്പോയി. പിന്നെ പള്ളിയിൽ വന്നാൽ സുബ്ഹാനല്ലാഹ്, മുന്നേ പള്ളിയിൽ കസാല കാണലുണ്ടായിരുന്ന, ഇപ്പൊ കസാല എത്ര? ആർക്ക്? 1 മണിക്കൂർ ഫ്രൂട്ട് വിത്ത മുഹമ്മദിന് പള്ളിക്ക് വരുമ്പോ കസാല വേണം ഇരിക്കാൻ. 1 മണിക്കൂർ മത്തി വിറ്റ, അയില വിറ്റ, 1 മണിക്കൂർ 2 മണിക്കൂർ നിന്നുകൊണ്ടുണ്ടായിരുന്ന മനുഷ്യന് പള്ളിക്ക് വരുമ്പോ അള്ളാഹുവിന്റെ അടുക്ക വരുമ്പോ ഇരുന്നിട്ട് അവിടെ കസാലയിട്ട് നിസ്കരിക്കുക. അല്ലാഹു കാക്കട്ടെ. നിക്കാൻ കഴിവുണ്ടായിട്ട് ഇരുന്ന് നിസ്കരിക്കൽ ഹറാമാണ്, പാടുള്ളതല്ല. നിക്കാൻ കഴിയുന്നത്ര നിന്ന് നിസ്കരിക്കണം. നിന്ന് നിസ്കരിക്കാൻ നിർബന്ധമായവൻ ഫർളല്ലേ നിന്ന് നിസ്കരിക്കല്. ആ ഫർള് ഒഴിവാക്കുന്നത് കൊണ്ട് അവനിക്കതാ നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയും. അവൻ ഇരുന്ന് നിസ്കരിച്ചാൽ ആ ഫർള് നിസ്കാരം റബ്ബിന്റെ അടുക്കൽ മഖ്ബൂലല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ മസ്തല ഇപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. ആര് നിന്ന് നിസ്കരിക്കണോ, ആര് ഇരുന്ന് നിസ്കരിക്കണോ, ആര് കസാലയിൽ നിസ്കരിക്കണോ, ഇതെല്ലാം ഉസ്താദിനോട് മസ്തല ചോദിച്ച് നിസ്കരിച്ചോളൂ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നിസ്കാരം ഒരു ഫറയില്ലാതായി പോകും. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്. മക്കളെ ചൂപ്പായിട്ടിനേക്ക മനസ്സിലായില്ല. സംസാരിക്കാൻ പാടില്ല, മുണ്ടാതിരിക്കണോ? സംജ മനസ്സിലായ? അള്ളാന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ മെഹറാജിൽ പോയിട്ട് 5 വക്ത് നിസ്കാരം നമുക്ക് കൊണ്ടുതന്ന് 50 വക്ത് കൊടുത്തിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ റെക്കമെൻഡ് പ്രകാരം നമുക്ക് 5 വക്ത് അല്ലാഹു തന്നു. 5 വക്തിന് 50 വക്തിന്റെ ഫവറിറ്റ് ഇട്ടാണ് തന്നത്. ഈ 5 വക്ത് നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞാൽ ആരെങ്കിലും വിടുവോ? നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞിട്ടെങ്കിൽ ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കുമോ?
ഞാൻ ചോദിക്കട്ടെ, ഞാൻ സാധാരണ യൂട്യൂബിൽ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടാവും. ബർക്കത്തിന് വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ഓടുകയാണ് അല്ലേ? അവിടെ ബർക്കത്ത് കൊടുക്കുന്നു, അവിടെ ഓടി. ഇവിടെ ബർക്കത്ത് കിട്ടുന്ന അവിടെ ഓടി. ബർക്കത്തിൻ്റെ എന്ത് സാധനം കിട്ടുന്ന ഒഴിവാക്കുമോ? ഒഴിവാക്കൂല. നമ്മളെ വീട്ടിൽ അസ്മാഉൽ ഹുസ്നുണ്ട്, അസ്മാഉൽ ബദറുണ്ട്, റസൂലുള്ളാഹിന്റെ ചെരുപ്പുണ്ട്, റസൂലുള്ളാഹിന്റെ കോട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ബർക്കത്തിന്റെ സാധനം നമ്മളെ വീട്ടിലുണ്ട്. നമ്മളെ കീസയിൽ എത്ര ഉണ്ട്? ഇടന്ന് നമ്മളെ കീസ ഫർസ് ഒന്ന് എടുത്ത് നോക്ക്. ഫർസ് പൈസ വെക്കുന്ന ഫർസ് ഇപ്പൊ കുറവാ ഉണ്ടാകും, അതിലുണ്ട്. അതിൽ എത്ര ബർക്കത്തുണ്ട്, എത്ര തങ്ങന്മാരെ ചീറ്റയിലുണ്ട്, എത്ര തങ്ങന്മാർ തന്ന ഉറുക്കുണ്ട്, നൂലുണ്ട് അല്ലേ? എന്തെല്ലാം ബർക്കത്തിന്റെ സാധനം നമ്മളെ കീസയിലുണ്ട് റബ്ബേ, നമ്മളെ പൊരലുണ്ട്. എന്നാൽ അത് നമുക്ക് ബർക്കത്തായി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉസ്താദ് തന്നതും തങ്ങ തന്നതും നമ്മളെ വീട്ടിൽ വെച്ച അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും അത് ബർക്കത്തായി കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ മാർഗം എന്താ? അത് ബർക്കത്തായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണോ? ദുഹ്ർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ തറക സ്വലാത്തുൽ ദുഹ്രി ഫലൈസ ഫീ റിസ്ഖിഹി ബറക. दुहर नमाज नहीं तू तेरा खाने में तेरा प्लेट में बरकत नहीं है मोहम्मद मुस्तफा. ദൂരസ്കാരമില്ലേ നിന്റെ ഒരു പീടിയയിലോ അങ്ങാടിയിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ വീട്ടിലോ ബർക്കത്തില്ല. അവൻ വെച്ചതിലും ബർക്കത്തില്ല, അവൻ കൊടന്നതിലും ബർക്കത്തില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരമില്ലാത്തവന് വെക്കുന്നത് കൊണ്ട് ബർക്കത്തുണ്ടാവോ? ഉണ്ടാവോ? എന്തുമുണ്ടാത്തെ ഇല്ല. അപ്പൊ ളുഹ്ർ നിസ്കാരം അല്ലാഹു നമുക്ക് തന്നത് ബർക്കത്തിന് വേണ്ടിയാണ്. ഉമ്മമാർ മനസ്സിലാക്കണം. അതല്ലാതെ ബർക്കത്തിന് കുറെ സാധനം വെച്ചിട്ടോ ഇതെല്ലാം ബർക്കത്താവും. ബദരിങ്ങളെ പേരല്ലേ ബർക്കത്തല്ലേ, അസ്മാഉൽ ഹുസ്ന ബർക്കത്തല്ലേ, തങ്ങ തന്നെ ചീറ്റുള്ള ബർക്കത്ത്, അത് ബർക്കത്തന്നെ. അത് ബർക്കത്തായി കിട്ടണമെങ്കിൽ എന്ത് വേണോ? എന്താക്കണോ? ളുഹ്ർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ളുഹ്ർ നിസ്കാരമില്ലേ അവനിക്ക് ഒരു ബർക്കത്തും ഇല്ല. ഞാൻ ചുരുക്കി പറയാം, ആഫിയത്ത് വേണം. ആഫിയത്ത് എന്ത് ഉസ്താദേ? ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടുള്ളേ അല്ലേ? ഞമ്മളെ ബാല്യക്കാരൻ 24 hours ജിമ്മില. എന്താ യോഗാഭ്യാസം ഉസ്താദ്? അത് ദുരഭ്യാസമാണ്. ആ അഭ്യാസം കൊണ്ട് നിനക്ക് ആഫിയത്ത് കിട്ടുവോ? മെത്തന്റെ കഞ്ഞി, ഉലുവ, ഉലുവ എന്ന് പറഞ്ഞല്ലേ മെത്തൻ, നമ്മുടെ നാട്ടിൽ ഇവിടെ ഉലുവ, ഉലുവ കഞ്ഞി ആഫിയത്തിന് നല്ലതാ. അതുപോലെ നല്ല വിറ്റാമിൻസിന്റെ ഗുളിക കഴിക്കുന്നു, വിറ്റാമിൻസിന്റെ നല്ല നല്ല സാധനങ്ങൾ കഴിക്കുന്ന ഇനി ആഫിയത്തിന്. അത് ആഫിയത്തായി കിട്ടണമെങ്കിൽ എന്ത് വേണോ? മൻ തറക സലാത്തുൽ അസ്രി ഫലൈസ ഫീ ജസദിഹി ഖുവ. असर नमाज नहीं तू तेरा जिस्म में आफियत नहीं है. असर നിസ്കാരം ഇല്ലേ നീ ജിമ്മാക്കിയത് കൊണ്ട് ഫലമില്ല, നീ ലേഹം കുടിച്ചത് കൊണ്ട് ഫലമില്ല, ലേഹം തിന്നത് കൊണ്ട് ഫലമില്ല. ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? അസർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആഫിയത്തിന് വേണ്ടി എന്താക്കണമോ? ജിമ്മിൽ പോ, ഉലുവാന്റെ കഞ്ഞി കുടിക്ക്, നല്ല വിറ്റാമിൻസിന്റെ ഗുളിക കഴിക്ക്. അത് ആഫിയത്തായി റബ്ബ് തരണമെങ്കിൽ എന്ത് വേണോ? അസർ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ളുഹ്ർ നിസ്കാരം ബർക്കത്ത്, അസർ നിസ്കാരം ആഫിയത്ത്. അസർ നിസ്കാരത്തിന്റെ ഉസ്താദ് ദ്വാരക്കെന്ന് കേട്ട കേൾക്കലില്ലേ? എന്താ ഉസ്താദ് ദ്വാരക്കുന്നത്? അറബിയല്ലേ, എല്ലാവർക്കും മനസ്സിലാവൂല. اللهم إنا نسألك سلامة في الدين وعافية في الجسد وزيادة في العلم. الله ദീനിൽ സലാമത്ത് താ അല്ലാഹ്, എൻ്റെ തടിക്ക് ആഫിയത്ത് താ അല്ലാഹ്. അപ്പൊ തടിക്ക് ആഫിയത്ത് വേണമെങ്കിൽ എന്ത് വേണോ? അസർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെല്ലാം കണ്ടില്ലേ, സുബൈക്ക് എണിച്ചിട്ട് ഓടുന്ന കാണുന്നു, സൂട്ടും പൂട്ടിട്ടിട്ട്. അരി നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നവന്റെ വോള്
റോട്ടിലിങ്ങനെ പോകുന്ന കണ്ണ് പട്ടാ പട്ടാ പട്ടാന്ന്. എന്താണ് ഉസ്താദ്? BP, ഷുഗർ, തടി കൂടി, അതൊന്ന് സ്ലിം ആക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടുള്ളേ. മോളെ, നിന്റെ തടി സ്ലിം ആവണം, നിനക്ക് ആഫിയത്ത് വേണം, ആരോഗ്യം വേണം. ഓടിയത് കൊണ്ട് പറയല്ല, അസർ നിസ്കരിച്ചോ ആഫിയത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ 5 വക്ത് നിസ്കാരം ഫായിദ ഉള്ളതാണ്, ഉപകാരമുള്ളതാണ്. ളുഹ്ർ ബർക്കത്ത്, അസർ ആഫിയത്ത്. ഇനി മഗ്രിബോ, ഞമ്മ കൂടെ എത്ര കൊല്ലായി ഓരോരുത്തർക്ക് 50-ന്റെ ഊരുണ്ട്, 60-ന്റെ ഊരുണ്ട്, 30-ന്റെ ഊരുണ്ട്, 5-ന്റെ ഊരുണ്ട്, 10-ന്റെ ഊരുണ്ട്, 2 വയസ്സിൻ്റെ ഊരുണ്ട്, അല്ലേ? ഇല്ലേ? ഈ മജ്‌ലിസിൽ നമ്മളെ ആയുസ് പറഞ്ഞാൽ തീരാനുണ്ട്. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സഹോദര ഖബറാണ്. കേട്ടോ? സുബ്ഹാനല്ലാഹ്. ഉമ്മാന്റെ ഗർഭാശയം വിട്ടത് മുതൽ ഞങ്ങൾ സഫറിലുണ്ട്, അല്ലേ? ഞങ്ങൾ സഫറിലല്ലേ ഇപ്പോ? മുസാഫിർ. 3 നാളിന്റെ ദുനിയാവ് ഞങ്ങൾ മുസാഫിരിങ്ങളാണ്. നമ്മളെ സഫർ ഉണ്ടാവാനുണ്ട്, തീരാനുണ്ട്. എപ്പോഴാണെന്നറിയോ? ഞങ്ങൾ മരിക്കുന്ന എപ്പോഴൊന്ന് ഡേറ്റ് ഉണ്ടാ? ഡേറ്റ് ആർക്കറിയോ? അസ്രായേൽ വരുന്ന ഡേറ്റ് വിറ്റ് തന്നിനാ? ഇല്ല. പക്ഷേ അസ്രായേൽ വരുന്ന എപ്പോഴൊന്നറിയില്ല, മരണം എപ്പോഴാണെന്നറിയില്ല. വരുന്ന ആ മരണമുണ്ട്. ആ മരണവേളയിൽ ഞങ്ങൾ മരിച്ചാൽ നമ്മുടെ യാത്ര എവിടേക്കാണ്? നമ്മൾ റൂമിൽ എന്നെ കിടത്തുവോ? AC റൂമിൽ? ഏതെങ്കിലും ഭർത്താവിനോട് ഭാര്യ പറഞ്ഞിന മൂപ്പരെ കൊണ്ടുവന്ന് വേണ്ട, മൂപ്പര് ഇവിടെ കിടന്നോട്ടും ചെലീന? ഇല്ല. ഒരു ഭർത്താവ് ചെല്ലി എന്റെ ഭാര്യനെ കൊണ്ടുകൊണ്ടറാ, എന്റെ റൂമിൽ എന്നെ ഓടി നിൽക്കട്ടുമ്മ? ഇല്ല. മരണത്തിന്റെ ശേഷം യാത്രയാണ്. എവിടേക്കാണ് യാത്ര എന്നറിയോ? ഖബറിലേക്കാണ്. ആ ഖബറിൽ രക്ഷ വേണോ? ആ ഖബറിൽ സലാമത്ത് വേണോ? മഗ്രിബ് നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനസ്സിലായില്ലേ? നമ്മ യാത്ര ഖൈറായ യാത്രയാകണമെങ്കിൽ, നമ്മളെ ഖബറിൽ സലാമത്ത് വേണമെങ്കിൽ എന്ത് വേണം? മഗ്രിബ് നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. 3 നിസ്കാരത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞു. ളുഹ്ർ ബർക്കത്ത്, അസ്ർ ആഫിയത്ത്, മഗ്രിബ് ഖബറിൽ സലാമത്ത്. ഇനി 2 നിസ്കാരമുണ്ട്. ഏത് മോനത്? അല്ലാഹ് നമ്മളെ മക്കൾക്ക് നല്ല ഇൽമു നൽകട്ടെ, നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇശാഉം സുബ്ഹി എന്താണ്? മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ദോ നമാസ് ഗട്ടി പകടോ ജന്നത്ത് മേ ജായേഗാ. 2 നിസ്കാരം മുറുകെ പിടിച്ചാൽ അവനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചിട്ട് ഖബറിൽ സലാമത്തായി മഹ്ശറയിൽ പോയാൽ അവിടെ സ്വർഗ്ഗത്തിൽ പോകണോ? ഇശാഉം സുബ്ഹി നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മമാർ മനസ്സിലായില്ലേ? സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന 2 നിസ്കാരം. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ഇശാ നിസ്കാരത്തിന്റെ വലിയ മഹത്വമുണ്ട്. സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരം. സുബ്ഹിയോ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരമാണ്. മാത്രമല്ല, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബ്ഹി നമാസ് പഠോ തു അല്ലാഹ് കാ ഹത്ത് മേ ഹൈ. നീ സുബ്ഹി നിസ്കരിച്ചെങ്കിൽ നീ അള്ളാന്റെ കയ്യിലായി പോയി. അവിടെ ആരും മുണ്ടുന്ന അമ്മമാർ? കിടാക്കളെ മുണ്ടിരുണ്ട ഇവിടെ പഠിക്കട്ടോ. സുബ്ഹി നിസ്കാരം അത് അള്ളാഹുവിന്റെ കയ്യിലാകുന്ന നിസ്കാരമാണ്. നീ പഠിച്ചോന്റെ കയ്യിലാവണോ? പഠിച്ചോന്റെ നേതൃത്വത്തിലാവണോ? സുബ്ഹി നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ല, സുബ്ഹി നിസ്കരിക്കാതെ നേരം വെളുക്കുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങിയാൽ പിന്നെ നീ ശൈത്താന്റെ കയ്യിലായി.
പിന്നെ നിന്റെ കച്ചവടവും നിന്റെ പ്രവൃത്തിയും ബർക്കത്തില്ലാത്ത നഷ്ടത്തിലായി പോയി. പടച്ചവന്റെ ഓർമ്മയില്ലാത്ത കച്ചവടം, പടച്ചവന്റെ ഓർമ്മയില്ലാത്ത ബിസിനസ്, അത് നഷ്ടത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ സുബഹി നിസ്കരിച്ചിട്ട് ഒരു കച്ചവടത്തിന് പോയാലോ ബർക്കത്താ. സുബഹി നിസ്കരിച്ചിട്ട് ഒരു ബിസിനസ്സിന് പോയാൽ അത് ബർക്കത്താ. സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാതെ ലാ തനാമു ബഅദ സുബ്ഹി ഫഇന്നാ തൻഖസിമുൽ അർസാഖ്. സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. ഉറങ്ങുന്നവരുണ്ടോ? കൈവന്തിക്ക്. സുബഹിന്റെ ശേഷം ഉറങ്ങുന്നവർ എല്ലാം ഉറങ്ങാത്തവരനല്ലേ. അള്ളാഹു വാക്കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഇപ്പൊ കൈപൊന്തിച്ച് മനസ്സിലാവുന്ന ഏറ്റവും ആർക്കും ലാ തനാമു ബഅദ സുബ്ഹ്, സുബഹ के ശേഷം, സുബഹ के बाद नींद नहीं करना, ഉറങ്ങാൻ പാടില്ല. എന്തേ? ഫഇന്നഹാ തൻഖസിമുൽ അർസാഖ്. നിന്റെ വിസ, നിന്റെ ഭക്ഷണം, നിന്റെ ബിസിനസ് അല്ലാഹു തരുന്ന സമയമാണ്. പടച്ച റബ്ബ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന സമയമാണ് സുബഹിന്റെ ശേഷം. അപ്പോ ഉറങ്ങിയാലോ ഭക്ഷണം കിട്ടൂല. ഞമ്മ സുബഹി നിസ്കരിക്കാതെ സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം നല്ല പൗഡർ സുനോ ലൈറ്റ് ഇട്ട് തല ഭാരിട്ട് വീടിന്റെ ചാവയിൽ എടുത്തിട്ട് അങ്ങനെ ബൈക്കിലിരുന്നിട്ട് പടക്കെന്ന് പോയിട്ട് അവിടെ തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ് മനസ്സിലാന്ന് ആരെങ്കിലും അപ്പുറത്തെ പീടിയൊന്നും വെച്ചിനാണ്, തകട് വിറ്റ് വെച്ചിനാണ്, ലോബന്നി ഒന്ന് ഇട്ടിനാനാ. ഇങ്ങനെ നോക്കൂ ഞമ്മ. അല്ലാഹു കാക്കട്ടെ. സുബഹി നിസ്കരിക്കാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങിയതിന്റെ ശേഷം ഇവൻ പീടിയ തുറക്കാൻ പോയിട്ട് അങ്ങനെ പീടിയ തുറന്നിട്ട് 1 മണിക്കൂർ ഇരുന്നിട്ട് ഒരു ഫായിദയില്ല, ഒരു മനുഷ്യൻ പേരിനെ കാണുന്നില്ല. അപ്പോൾ എന്നെ മനസ്സിലായി, ഞാൻ വരുമ്പോ ഒരു പൂച്ചനെ കണ്ടല്ലേ, അതെന്നെ നഷ്ടമായിട്ടിരിക്കുന്നു. പൂച്ച ബർക്കത്ത്. മൃഗങ്ങളെ കണ്ടതുകൊണ്ട് ഒരു ഫായിദ ഉണ്ടാവില്ല. പക്ഷേ നിന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ട്, നിസ്കരിക്കാത്ത പൂച്ച, അതിനെ നോക്കിയിട്ട് പോയിരുന്ന അതാരണ നിന്റെ ഓളെന്നെ നിസ്കരിക്കാത്ത ഓളെ മുഖം നോക്കിയിട്ട് പോയത്. വീടിന്റെ ചാവി പിടിച്ചിട്ട് ഓള് ബായ് ബായ് ഗുഡ് മോർണിംഗ് ചെല്ലിട്ട് അയച്ചത്. പിന്നെ നിനക്ക് ബർക്കത്തുണ്ടാവോ? ഓളെ മുഖം നോക്കിയ ബർക്കത്തുണ്ടാവോ? നല്ല നിസ്കരിക്കുന്ന ഭർത്താവിന്റെ കൂടെ ഇമാമുമായിട്ട് അല്ലെങ്കിൽ പള്ളി അടുത്തുണ്ടെങ്കിൽ ഓം പള്ളിക്ക് പോയി ഭാര്യനെ വിളിച്ച് നിസ്കരിക്കാൻ വിളിച്ചിട്ട് ഓള് ഉദു കൊടുത്തിട്ട് നിസ്കരിച്ചു, ഇവനും നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം അല്പം ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി അങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാതെ ഇരുന്നാൽ അവൻ പീടികക്ക് പോയാൽ ബർക്കത്തുണ്ട്. ഓ അള്ളാന്റെ കയ്യിലാണ്, അല്ലാഹു അവനെ നോക്കുന്നത്. അല്ലാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങിട്ട് പോയാലോ, ഈ ശൈത്താന്മാരെ മുഖം നോക്കി പോയാലോ ഒരു ബർക്കത്തുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ഞമ്മ വലിയ വലിയ പുരല കെട്ടുന്നുണ്ടല്ലേ, 10 ലക്ഷം ഇപ്പൊ ഇല്ല. ഇപ്പൊ കോടി, 1 കോടി 2 കോടി 3 കോടി 4.5 കോടി. പള്ളിന്റെ അവസ്ഥ നോക്കി പള്ളിക്ക് 5 പൈസ കൊടുക്കുന്നവരില്ല. വീട്ടു വിസയല്ല, ബഹുമാനപ്പെട്ട മുമ്മയിച്ചല്ലേ താക്ക് കൊടുത്ത് സ്ഥലം കൊടുത്ത് അള്ളാഹു ഉണ്ട്. അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അയാളെ കുടുംബക്കാരനുള്ളതുണ്ട്, അയാൾ പേര് ഫാറൂഖ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഈ സ്ഥലം കൊടുത്തത് ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച മുമ്മച്ച ഇന്ന് ഖബറിലാണ്. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിനുള്ള ഖൈറ് നൽകട്ടെ, നമുക്കുള്ള ഖൈറ് സന്തോഷം നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാക്കണം. പുര വലിയ പുര കെട്ടു ഞമ്മ. പുരന്റെ വർണ്ണന പറഞ്ഞ് കേട്ടണം. പുര കെട്ടിട്ട് പോയി ചെന്നേ, അതെ എൻ്റെ പുര നിങ്ങൾ കാണാന ഇല്ലമ്മ. എൻ്റെ പുരന്റെ എതിർഭാഗം ഉണ്ടല്ലേ, അത് ദുബായ് മോഡൽ, ഉള്ളുണ്ടല്ലേ ഖത്തർ മോഡൽ, കക്കൂസ് ലണ്ടൻ്റെത്, ലൈറ്റ് സിംഗപ്പൂരിൻ്റെത്, ഉഡ് മലേഷ്യത്തിൽ, ഭൂമി മാത്രം ഇന്ത്യക്ക്. അല്ല എതിർഭാഗം ഖത്തർ, ഉൾഭാഗം ദുബായ്, കക്കൂസ് ലണ്ടൻ്റെത്, ലൈറ്റ് സിംഗപ്പൂർ, ഉഡ് മലേഷ്യത്തത്, ഭൂമി മാത്രം ഇന്ത്യക്ക്. പിന്നെ ഉസ്താദ്, പിന്നെ നിന്റെ അബ്ബ എൻ്റെ പുരക്ക് ശൈത്താൻ വരല.
എന്തേ മോനെ 40 കുപ്പി കെട്ടിന് 40 കുപ്പി ഞാൻ വെച്ചിന് എന്റെ ഭൂമിയെ മുഴുവനും കുപ്പിയാ എന്റെ പൊരലും ഒരുപാട് കുപ്പികളുണ്ട് എന്ത് കുപ്പി തങ്ങന്മാര് തന്നതും ഉസ്താദുമാര് തന്നതും ഗ്യാരണ്ടി ശൈത്താൻ വരുവാ ആ കുപ്പിന്റെ പവറല്ല കുപ്പിന്റെ ഉള്ളിലൊരു സാധനമുണ്ട് തകട് നല്ല എഴുതി പിടിപ്പിച്ച ഒരുപാട് മഹത്തുക്കൾ പേരെഴുതിയ തകടുണ്ടയില് ആ തകട് കാരണമായി ശൈത്താൻ ഉള്ളിലേക്ക് വരുന്നില്ല വരുവോ ഇങ്ങനത്തെ മുണ്ട് ധൈര്യല്ലേ വെച്ചിന് മാത്രമാണ് ആ കുപ്പി വെച്ച ഒരൊറ്റ കാരണം കൊണ്ട് ശൈത്താൻ നമ്മളെ വീട്ടിലേക്ക് വരുന്നില്ല വരുവോ വരല അള്ളാഹു കാക്കട്ടെ ശൈത്താൻ വേറെ പുറത്തുനിന്ന് പറഞ്ഞ ശൈത്താൻ ഉള്ളിൽ തന്നെ ഉണ്ടാറില്ല ഹരി നിന്റെ ഓളും മക്കളും സുബ്ഹാനല്ലാഹ് ദിക്റ് ചെല്ലാത്ത സ്വലാത്ത് ചെല്ലാത്ത നിസ്കാരമില്ലാത്ത റാത്തീബില്ലാത്ത മൗലിദില്ലാത്ത റബ്ബിന്റെ ഓർമ്മയില്ലാത്ത നമ്മളെ മക്കളും നമ്മളെ പെണ്ണുങ്ങളും വീട്ടിലുണ്ടോ വേറെ ശൈത്താന്റെ ആവശ്യമില്ല കുപ്പി കെട്ടിയത് കൊണ്ടിട്ട് പുറത്തിന്റെ ശൈത്താൻ വേറെയല്ല ശൈത്താൻ ഉള്ളിൽ തന്നെ ഉണ്ടു ആര് ദിക്റ് ചെല്ലാത്ത സ്വലാത്ത് ചെല്ലാത്ത പടച്ചവന്റെ ഓർമ്മയില്ലാത്ത നമ്മളെ ഉമ്മമാർ നമ്മളെ പെങ്ങന്മാർ അല്ലാഹു കാക്കട്ടെ വീട് ബർക്കത്താവണോ നിന്റെ വീട് വർണ്ണനയുള്ള നല്ല നല്ല വീട് ബർക്കത്താവണോ കുപ്പി കെട്ടിയാൽ പോരാ ആ വീട്ടിൽ നിസ്കാരം വേണം റാത്തീബ് വേണം കുതുബിയത്ത് വേണം ദിക്ർ വേണം സലാത്ത് വേണം നിസ്കാരം വേണം പടച്ചവന്റെ ഓർമ്മയുള്ള വീടാവണം ലാ തജഅലു ബുയൂതകും മഖാബിറ നിങ്ങളെ വീട് ഖബർ പോലെ ആകരുതെന്ന് മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ വീട് ഖബർ മോഡലാ വരുത് നമ്മളെ വീട് ഖുർആൻ ഓതുന്ന വീടാവണം ഏയ് മക്കളെ ഈ മക്കൾക്ക് നല്ല മൈതാനി കിട്ടീനിപ്പോ മുണ്ടണ്ട എല്ലാം അടങ്ങിയിരുന്നോളി ഇവിടെ വാത് കേട്ടോ 4 സുബൈക്ക് ഉസ്താദ് കേൾക്കും ഇന്നലെ ഫൈസി ഉസ്താദ് പറഞ്ഞ വാത് എങ്ങനെ ചൊല്ലിത്താൻ ചൊല്ലിക്കൊടുക്കണം ഇല്ലെങ്കിൽ ഉസ്താദിന്റെ എഡി അവിടെ അല്ല കാക്കട്ടെ പഠിച്ചോൻ സലാമത്താക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തറിയോ നമ്മളെ വീട് ബർക്കത്താവണോ നമ്മളെ വീട്ടിൽ നല്ല നിസ്കാരം വേണം കണ്ടില്ലേ ഫർദ് നിസ്കാരം പള്ളി നിസ്കരിക്കോ ഞങ്ങൾ സുന്നത്ത് എവിടെ നിസ്കരിക്കണോ പള്ളി നിസ്കരിക്കണോ പള്ളി പോയിട്ടാകുമ്പോ കിട്ടിയില്ലെങ്കിൽ ഊഴം കിട്ടിയില്ലെങ്കിൽ പോയി പോകും അതുകൊണ്ട് ഇവിടെ പള്ളി പോയിട്ടാകുമ്പോ പിന്നെ ഓളെ കണ്ടിട്ടാകുമ്പോ നിസ്കാരം ഇല്ലാതായി അപ്പോൾ ഇവിടെ നിസ്കരിച്ചിട്ട് തന്നെ പോയിക്കോളി നിസ്കാരം കിട്ടുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പള്ളി പോയിട്ട് സുന്നത്ത് നിസ്കരിക്കണോ നമ്മളെ വീട് നിസ്കാരമുള്ള വീടാവണോ ചന്താക്കിയാൻ പോരാ നല്ല ഡെക്കറേറ്റ് ആക്കിയത് കൊണ്ട് വാലില്ല നല്ല ചന്തത്തിന്റെ പോരാ ഉഡ് മലേഷ്യത്തത് കക്കൂസിൽ അണ്ടേണ്ടത് ചെല്ലിയിട്ട് കാര്യമില്ല ഞങ്ങളെ വീട് നിസ്കാരമുള്ള വീടാവണം ഇബാദത്തുള്ള വീടാവണം അപ്പോഴാണ് വീട്ടിലേക്ക് അല്ലാഹു ബർക്കത്ത് തരുന്ന അല്ലാഹു ബർക്കത്ത് നൽകട്ടെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കൂടുതൽ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല മുസ്ലിമീങ്ങളായ നമ്മൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ ഇസ്ലാമിൽ സമ്പൂർണ്ണ രൂപത്തിൽ കടക്കണം നമ്മളെ ഡ്രസ്സ് ഇസ്ലാമിൻ്റെ ഡ്രസ്സാവണം നമ്മളെ ശരീരം മുഴുവനും ഇസ്ലാമിൻ്റെ മോഡലാവണം നമ്മളെ എല്ലാ നിലക്കും ഇസ്ലാം അംഗീകരിച്ച നിലക്ക് നടക്കണം പേര് ഇസ്ലാം ആയതുകൊണ്ട് കാര്യമില്ല പേര് അബ്ദുള്ള മുഹമ്മദ് അബൂബക്കർ ഉസ്മാൻ അലി ഹൈദർ ഇപ്പൊ പേരും പോയിനിപ്പ പേരിപ്പ കേട്ടെങ്കിൽ മുസ്ലിമാ ഹിന്ദുവാ എന്തിൻ്റെ അറിയല്ലേ എന്തിൻ്റെ പേര് സുബ്ഹാനല്ലാഹ് ഇപ്പൊ നമ്മളെ കിടാക്കൾക്ക് പേര് വെക്കുമ്പോ പണ്ടുള്ള ഉസ്താദന്മാരോട് കേട്ടോണ്ടായി ഉസ്താദ് എൻ്റെ മോന് നല്ലൊരു പേര് വേണം ഉസ്താദ് ചൊല്ലിത്തരിയുന്നു ഉസ്താദ് നല്ല പേര് ചൊല്ലും അബ്ദുറഹ്മാൻ അബൂബക്കർ മൂസ ഈസ അതല്ല പഴയ പേര് ഉസ്താദ് പുതിയ പേര് എന്തെങ്കിലും ബുൾഡസർ ഫസ്റ്റ് പേര് ഇതിൻ്റെ ഇടക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദെ എൻ്റെ കിടാവിനെ ഞാൻ നല്ലൊരു പേര് വെച്ചിനി പേരെങ്ങനെ ഉണ്ട് കേട്ടു എന്ത് പേരാ കേട്ട് സാനിയത്ത് എന്ത് പേര് സാനിയന്റെ അർത്ഥം സാനിയ അല്ല സാനിയ സാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വ്യഭിചാരി
പിന്നെ ഒരു ലോഡ്ജും ബാക്കിയാവുക. അള്ളാഹു കാക്കട്ടെ. പേര് വെച്ചതുപോലെ നടക്കൂലേ? അതുകൊണ്ട് പേര് വെക്കുമ്പോ അംഗീകരിക്കുന്ന അള്ളാഹു അംഗീകരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്ന ദീൻ അംഗീകരിക്കുന്ന പേര് നമ്മളെ മക്കൾക്ക് വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കിടാവിനെ ഒരു മന്ത്രിക്കുന്ന ആളടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. ഉസ്താദ് ഊതി 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 ഊതിയിട്ട് ഉസ്താദിനെ വച്ചുപോയി. ഈ കിടാവിൻ്റെ ബുദ്ധിമുട്ട് തീർന്നില്ല. രണ്ടാമത്തെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി. മൂപ്പർ ഊതിയിട്ട് നോക്കുമ്പോൾ ഇത് നിൽക്കുന്നില്ല. ഇത് പണ്ടത്തെ പോലെ തന്നെ ജാസ്തിയാണ്. മൂന്നാമത്തെ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ ഉസ്താദ് കേട്ട് വലിയ വലിയ ആളടുത്ത് മന്ത്രിച്ചിട്ട് കുറഞ്ഞതല്ലേ, ഈ പാവപ്പെട്ട ഞാൻ മന്ത്രിച്ചെങ്കിൽ ശരിയാവും. എന്ത് കിടാവിൻ്റെ ബുദ്ധിമുട്ട് എന്ത് കിടാവാ. സുബ്ഹാനല്ലാഹ്, ഒരു പ്ലേറ്റും വിടുന്നില്ല ഉസ്താദ്. ഇന്നലെ ഉമ്മാക്കൊരു ബോൾ എറിഞ്ഞി, ഇർഫാന്റെ പട്ടാന്റെ ബോളുണ്ട്, തലക്കെണ്ണ വീണ് പൊട്ടി. പലജാതി ശല്യം. അപ്പൊ ഉസ്താദ് കേട്ട്, അല്ല നിങ്ങൾ കിടാവിന്റെ പേരെങ്ങനെ? ലാലിം. പേരെങ്ങനെ? ലാലിമിന്റെ അർത്ഥം നിന്റെ അറിയോ? ഉപ്പതിരിക്കുന്നവനും പിന്നെ ഉപ്പതിരിക്കാതിരിക്കുവാണ്. അവ പേര് വെക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നല്ല പേര് അബ്ദുള്ള, അബൂബക്കർ, ഉസ്മാൻ, ബദരീങ്ങളെ 313 പേരുണ്ട്. അത് വെച്ചോ, ബർക്കത്താണ്. ആ കിടാക്ക് അതുപോലെ നന്നാവും. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു, ഒരു കിടാവിനെ. ഉമർ ഖത്താബിന്റെ തങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എൻ്റെ മോൻ റൗഡിയാൻ, എൻ്റെ മോൻ ഭയങ്കര ബുദ്ധിമുട്ടാൻ, ഉപ്പമാക്ക് അനുസരണമില്ല, ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ മോനെ, നീ അങ്ങനെ എന്തിനാണ് ഉമ്മ ബുബാനെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് കേട്ടപ്പോ, യാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എനിക്കൊന്ന് ചോദിക്കാണ്ട് അങ്ങയോട്. എന്താണ്? ഒരു ബാപ്പ ഉമ്മാക്ക് മക്കളോട് കടമ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു തരണോ? ഒരു ബാപ്പാക്ക് ഉമ്മാക്ക് മക്കളോടുള്ള കടമ ബാധ്യത എന്താണെന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത്തെ ബാധ്യത, ഒരു ചെറുക്കൻ പെണ്ണ് കെട്ടുമ്പോ, ബാപ്പ പെണ്ണ് കെട്ടുമ്പോ പെണ്ണിനെ നല്ലവണ്ണം അറിയണം, മനസ്സിലാക്കണം. ദീനുള്ള പെണ്ണ് കെട്ടണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമർ ഖത്താബ് തങ്ങൾ ചൊല്ലി, പെണ്ണ് കെട്ടുമ്പോ ചന്തം നോക്കിയിട്ട് കെട്ടുന്നല്ല, പൈസ നോക്കിയിട്ട് കെട്ടുന്നല്ല, അളിയന്മാർ ഗൾഫിലുണ്ട് എന്നെ കൊണ്ടുപോകുന്ന ചെല്ലിട്ട് അങ്ങനെ കെട്ടുന്നല്ല. അങ്ങനല്ലേ ഇപ്പൊ കേൾക്കുന്നേ? എങ്ങനെ അളിയന്മാർ എത്ര ഉണ്ടും നോക്കൂ? 4 ആൾ. ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അളിയന്മാരെ ബാക്കിൽ നിന്ന മതിയല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ് കെട്ടുമ്പോൾ 4 കാര്യം നോക്കണോ. ലിമാലിഹ, സമ്പത്ത് നോക്കാം, ചന്തം നോക്കാം, തറവാട് നോക്കാം, അതുപോലെ ദീന് നോക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞതിന്റെ ശൈലി കണ്ട നോക്കാം, നോക്കണമെന്നല്ല, ചന്തം നോക്കാം, തറവാട് നോക്കാം, ദീന് നോക്കാം. തറവാടെന്ന് പറഞ്ഞ എന്താ നോക്കല്? അളിയന്മാർ ഗൾഫിലുണ്ടെന്ന, തോട്ടമുണ്ടോന്ന, സൂപ്പർ മാർക്കറ്റ് ഉണ്ടോന്ന് നോക്കുന്ന അല്ല. തസവ്വജൽ വലൂദൽ വദൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. തറവാടെന്ന് പറഞ്ഞാൽ അധികം പ്രസവിക്കുന്ന പെണ്ണാണോ, എന്നെ സ്നേഹിക്കുന്ന പെണ്ണാണോ നോക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അധികം പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കി കെട്ടണോ. പ്രസവം കൂടുതലാവുന്നത് കൊണ്ട് ബർക്കത്താണ് വീട്ടിൽ. ഇതിപ്പോ നോക്കുന്ന ഗവൺമെന്റ് നിയമം എന്ത്? ഗവൺമെന്റ് എന്ത് ചേർന്ന പോവാ. നമ്മളെ കന്നഡത്തിലൊരു വാക്കുണ്ട്, പഞ്ചായത്തിലെല്ലാം എഴുതിയിട്ടുണ്ടോ, ಚಿಕ್ಕ ಸಂಸಾರ ಸುಖಕ್ಕೆ ಆಧಾರ, ಒಂದು ಗಂಡ ಒಂದು ಹೆಂಡತಿ ಒಂದು ಮಗು ಒಂದು ಮರ, മറന്നിനി ബലിയെടുക്കാൻ പറ്റും. മനസ്സിലായെങ്കിൽ ചെറിയ സംസാരം സുഖത്തിന് നല്ല ആധാരം. ಒಂದು ಗಂಡ ಒಂದು ഭർത്താവ് ഒന്ന് ഭാര്യ, ഒരു കിടാവ് ഒരു മരം, മരന്നിനി ബലിയെടുക്കാന ഗവൺമെന്റ് പറയുന്നത്. നമ്മളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, നമ്മളെ നേതാവ് മുഹമ്മദ് മുസ്തഫ
ഞങ്ങളെല്ലാമെല്ലാമായ മുഹമ്മദ് മുസ്തഫ, നാളെ മഹ്ശറയിൽ ഞങ്ങളെ കൈപിടിക്കുന്ന മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറയുക? തനാക്കഹു തനാസലു ഫഇന്നി ഉബാഹി ബിക്കുമുൽ ഉമം. മംഗളം കഴിച്ചോ, മക്കളുണ്ടാക്കിക്കോ. അള്ളാഹിന്റെ റസൂൽ തന്നെ കല്യാണം കഴിച്ചാൽ പോരെ, മക്കളുണ്ടാക്കണോ. എന്നാൽ എനിക്ക് വലിയ കിബിർ വരും, എനിക്ക് ആമ്പാവുണ്ടാവും. നാളെ മഹ്ശറിൽ വെച്ച് എൻ്റെ ഖൗമ് ഏറെ കാണും, എനിക്ക് സന്തോഷമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ റാഹത്താണ്, ഖുഷിയാണ്. എന്ത് മക്കൾ ഏറെ ഉണ്ടാക്കുക, ഇതെന്തും ഇല്ല. ഒന്ന് മതിയാവലമ്മ, രണ്ട് മതിയാവല്ലേ, രണ്ടും പെണ്ണ് പെറ്റെങ്കിൽ മിസ്സേ കേൾക്കണ്ട, തലക്ക് കൈ വെച്ച് റബ്ബേ ഏർന്ന് പൈസ ഉണ്ടാക്കുന്നേ ബാബ ഓലെ കെട്ടിച്ചു കൊടുക്കൂനി, ഓൻ കെട്ടിച്ചു കൊടുക്കും പോലെ. അള്ളാഹുവിൽ വിശ്വാസം ഇല്ല. അള്ളാഹു ചെന്നിങ്ങനെ മക്കളാക്കിക്കോ. നഹ്നു നർസുക്കും വയ്യാഹും, നിങ്ങൾ ലാ തഖ്തുലു ഔലാദക്കും ഖശിയത്തി ഇംലാഖ്, ദരിദ്രത്തെ പേടിച്ച് മക്കളെ നിങ്ങൾ കൊല്ലണ്ട. ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, അള്ളാഹ് പറയുന്നത്. അവർക്ക് ഇല കൊടുക്കുന്നതും തൊന കൊടുക്കുന്നതും ഭർത്താവ് കൊടുക്കുന്നതും ഞാനാ. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്ന കുറക്കണ്ട, ഏറെ ആയിക്കോലീൻ. അള്ളാഹു ഞമ്മലെ കാക്കട്ടെ. ഇന്നിപ്പോ കല്യാണം കഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്ന് കല്യാണം തന്നെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കുള്ള കല്യാണം വളരെ കുറവാണ്. അള്ളാഹു ഞമ്മലെ കാക്കട്ടെ. പേരിന് വലിയ ആചാരമോളും, പേരിന് വലിയ ഡബിളാജിന്റെ മോന്, കല്യാണമോ സുബ്ഹാനല്ലാഹ്. ആലിമീങ്ങളുണ്ടാവും, തങ്ങന്മാരുണ്ടാവും, സാദാത്തുക്കളുണ്ടാവും. കല്യാണത്തിന്റെ സദസ്സ് കണ്ടാൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന സദസ്സല്ല. പടച്ച റബ്ബിന്റെ ഒരു ബർക്കത്തും അവിടെ ഉണ്ടാവൂല, റഹ്മത്തും അവിടെ ഉണ്ടാവൂല. റഹ്മത്തിന്റെ മലക്ക് പോലും അവിടെ കാണാനില്ല. സംഗീതത്തിന്റെ മജ്ലിസാണ്, പാട്ടിന്റെ മജ്ലിസാണ്. സുബ്ഹാനല്ലാഹ്, DJ നടക്കുകയാണ് ഒരു ഭാഗത്ത് കല്യാണത്തിൻ്റെ അന്ന്, മൗലഞ്ചിൻ്റെ അന്ന്. അസർക്ക് മൗലൂദ്, രാത്രി കുപ്പി. അസർക്ക് തൊപ്പി, രാത്രി കുപ്പി. അള്ളാഹു കാക്കട്ടെ. അല്ലേ, സുബൈക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് മൗലിദ് ഓതിച്ചായി. ആചാരം ചെന്നേ, ഉസ്താദ് നാളെ എൻ്റെ മോളെ കല്യാണം, സുബൈക്ക് വന്നിട്ട് ഒരു മൗലിദ് ഓതിയിട്ട് പോണോ. അല്ലാഹു ഞമ്മലെ കാക്കട്ടെ. മൗലിദിന്റെ മജ്ലിസ് എങ്ങനെയാവണം? മഹാന്മാർ പറയുന്നു, ഓനെ മൗലിദിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മൗലിദിന്റെ മജ്ലിസ് സാധാരണയല്ല. നല്ലൊരു സ്ഥലം ഉണ്ടാക്കണം, മജ്ലിസ് ഉണ്ടാക്കണം. മൗലിദിന്റെ മജ്ലിസ് നല്ല സുന്ദരമായ മജ്ലിസ്, നല്ല ഡെക്കറേഷൻ ആക്കണോ, നല്ല ലൈറ്റിംഗ് വേണോ, ഭക്ഷണം ഉണ്ടാക്കണോ, എന്നിട്ടോ സ്വലാത്ത് ചൊല്ലാൻ ആൾക്കാരെ കൂട്ടണമെന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ മജ്ലിസ് ആവട്ടെ, ദിക്റാവട്ടെ, റാത്തീബാവട്ടെ, കുതുബിയത്താവട്ടെ, ആ മജ്ലിസിലേക്ക് നല്ല സുഗന്ധം വേണം, നല്ലൊരു മജ്ലിസാവണം. അവിടെ ആൾക്കാർ കൂടണോ, സലാത്ത് പറയാൻ. ഇതൊന്നും ഇല്ല. സുബൈക്ക് ഉസ്താദ് നിങ്ങൾ സുബൈ നിസ്കരിച്ചിട്ട് വന്നിട്ട് ഒരു മൗലിദ് ഓതിട്ട് പോണോ? ഉസ്താദിനെ വിളിക്കും സുബൈക്ക്. ഉസ്താദ് വന്നിട്ട് ആചാര മൗലിദ് തുടങ്ങല്ലേ? ഉസ്താദ് നിങ്ങൾ തുടങ്ങിയോ? ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണമുണ്ട്, ഇന്നലെ ഇടി ചുറ്റി 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 ചുറ്റിയിട്ട് എനിക്ക് കൈക്കാലൊന്നും കുറച്ച് ആഫിയത്തല കുറവുണ്ട്. നിങ്ങൾ ഓതി, ഞാൻ പുല്ലിലുണ്ടോ? ഓനി സങ്കടം. അല്ലാഹു കാക്കട്ടെ. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോൾ ഓനിക്ക് നടുവേദന കുറയോ കൂടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ ആലമീന അലാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ ഇരുന്നാൽ എത്ര രോഗമുള്ളവന്റെ രോഗം മാറും, എത്ര ബുദ്ധിമുട്ട് നീങ്ങും, വിഷമങ്ങൾ തീരും, ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ.
അങ്ങനത്തെ മജ്ലിസിൽ ബാപ്പാക്ക് ഇരിക്കാൻ മടി. പുതിയാപ്പിള എങ്ങനെയില്ല സത് പുതിയാപ്പിള എവിടെ ഉണ്ടോ മൗലിദിനെ മജ്ലിസിൽ ഇരിക്കട്ടാവാ സത് ഓന് വച്ചിട്ടുണ്ട് വളരെ ക്ഷീണം. നിങ്ങൾ ഓതി ഉസ്താദ് ഓതി പാവം ഉണ്ടാക്കുന്നത് ഓതാതിരിക്കാൻ പറ്റുമോ? മങ്കൂസും ഓലതിൻ്റെ 5 ഹദീസും ഓതിയത് തന്നെ ഭയങ്കര കഷ്ടത്തിൽ തന്നെ. സലാത്ത് ചെല്ലാൻ ആലുമില്ല. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അഷ്ശഫീഇൽ അബ്തഹി. റസൂലുള്ളാഹിന്റെ മദി ഇങ്ങനെ പറയുമ്പോൾ സ്വലാത്ത് പറയുന്ന മജ്ലിസിൽ എത്ര റഹ്മത്തുണ്ടാവും, എത്ര ബർക്കത്തുണ്ടാവും. പുതിയാപ്പിളിന്റെ ദാമ്പത്യ ജീവിതം ഖൈറിലാവും, വീട് ഖൈറിലാവുമെന്നല്ലേ. നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഉസ്താദ് നേർച്ച വീട്ടും പോലെ ഒരു മൗലിദ് ഓതി എന്നല്ലാതെ പുരക്കാരൻ പോലും ഇരിക്കാൻ മടിയാണ്. സുബ്ഹാനല്ലാഹ്. ആ സൈസിലുള്ള മൗലിദാകരുത് നമ്മളെ മൗലിദ്. ആ സൈസിലാവരുത് നമ്മളെ കുത്തുബിയത്ത്. നല്ല റാഹത്താവണം, സ്വീകരിക്കണം. പടത്തിറപ്പ് മക്ബൂലാക്കണമെങ്കിൽ ആൾക്കാരെ കൂടുതൽ കൂട്ടണം സ്വലാത്ത് പറയാൻ. ഇതങ്ങനെയല്ല. സുബൈക്ക് മൗലിദ്, ഉച്ചക്ക് ചോറ്. മൗലിദിന്റെ ചോരപ്പ ഉച്ചക്ക് പേരുന്ന അവസ്ഥയൊക്കെയാണോ ചോറ് വയ്ക്കാൻ? സലാത്തിനാളുണ്ടാ, മൗലിദിനാളുണ്ടാ? റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കൂട്ടണോ? നല്ല ഭക്ഷണം ഉണ്ടാക്കണം, നല്ല ഡെക്കറേഷൻ ഉണ്ടാക്കണം, മജ്ലിസ് നല്ല അതിന് വേണ്ടി തന്നെ മൗലിദിന് വേണ്ടി തന്നെ ഒരു മജ്ലിസ് പ്രത്യേകം ഉണ്ടാക്കണം. ഇതങ്ങനൊന്നുമല്ല. പോയപാട് ഉസ്താദ് പോയിട്ടായാലും പിന്നെ മേജി അപ്പറപ്പറാക്കുന്നത്, കസാല അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നത്, ടി വിയിലേക്ക് ബുർക്കയിരുന്നതിന് പോയതിൻ്റെ ശേഷം ഉസ്താദ്. അതെല്ലാം മനുഷ്യന്മാർക്ക് ഒരു റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ല മജ്ലിസാവണം. കല്യാണത്തിൻ്റെ അന്ന് നമ്മളെ പുതിയാപ്പിള നന്നാവണോ? നാളെ പുതിയാപ്പിളിൻ്റെ ദാമ്പത്യ ജീവിതം ഖൈറിലാവണോ? വൈവാഹിക ജീവിതം ഖൈറിലാവണോ? എന്ത് വേണം? പുതിയാപ്പിള അടക്കം മജ്ലിസിൽ ഇരിക്കണം, ആ മൗലിദിൻ്റെ മജ്ലിസിൽ ഇരിക്കണം. ആ കല്യാണം അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കുള്ള കല്യാണമാവണം. അല്ലാതെ ഇത് പെണ്ണ് നോക്കുന്നതിൻ്റെ അവസ്ഥ കേട്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, പെണ്ണ് നോക്കുന്ന കണ്ടാല ആചാര ചെറുന്നെ നാളെ പെണ്ണ് നോക്കാൻ പോന്നേ നോക്കൂ. നിന്റെ ചങ്ങായിമാരെ വിളിച്ചോ? ആരെ? കബഡിക്ക് വരുന്നില്ലേ എൻ്റെ ചങ്ങായിമാർ? വോളിബോളിനെല്ലാം ഒറ്റയ്ക്ക് പോകുന്നവരുണ്ടല്ലേ, അതിൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ വരുന്ന ചങ്ങായിമാരുണ്ടല്ലോ, ഓരെല്ലാം വിളിച്ചോ? എന്നിനി പെണ്ണ് നോക്കാനുമ്പാ അള്ളാഹു കാക്കട്ടെ. പെണ്ണ് നോക്കേണ്ടതാര്? എങ്ങനത്തെ പെണ്ണിനെ നോക്കണോ? ഇസ്ലാം എത്ര നന്ന നിലക്ക് പഠിപ്പിച്ചു തന്നിനി. പെണ്ണ് നോക്കുന്നവൻ പുതിയാപ്പിളയാവണം, അല്ലാതെ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ. സുബ്ഹാനല്ലാഹ്, ജ്യേഷ്ഠനല്ല, അനുജനല്ല, ബാബിയല്ല, ബോബിയല്ല. ഇത് പെണ്ണ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ബാബിനെ കൂട്ടിക്കൊണ്ട് പോകുന്നേ. ബാബി അറിയില്ല? ബാബി അല്ലേ? അറിയോ? ബാബിനെ അറിയില്ലേ? ബാബിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഈ ബാബിക്കിന്റെ മനസ്സിലേ ഉണ്ടു എന്നെക്കാളും ചന്തത്തിന്റെ ഈ പുരക്ക് വരവും തീരാം. അനിയന്റെ കല്യാണത്തിന് ജ്യേഷ്ഠന്റെ ഓളെ കൂട്ടിക്കൊണ്ട് പോന്നേ. ഓളെ മനസ്സിലുണ്ട് എന്നെക്കാൾ ചന്തത്തിന്റെ വരവും തീരാം. ഓള് വന്നിട്ട് ചേർന്ന് വെക്കറ, നീ പെണ്ണ് നോക്കിയല്ല എങ്ങനെ ഉണ്ടോ ബാബി? ഇതാ പെണ്ണല്ല, പക്ഷെ കണ്ണ് കുറച്ച് വര കാണാം. വിദ്യ അള്ളാഹു കാക്കട്ട്. അതിനെന്നെ ഞാൻ ചെല്ലിയത് ബാബിനെ കൂട്ടിക്കൊണ്ട് പോകണ്ടാണ് പെണ്ണ് നോക്കുന്നു. എല്ലാ ബാബിമാരല്ല, അതിൽ അക്കൂട്ടത്തിൽ നല്ല ബാബിമാരുണ്ട്, അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അള്ളാഹു ഖൈറിലാക്കട്ടെ. അതുകൊണ്ട് പെണ്ണ് നോക്കുമ്പോ പെണ്ണിനെ കാണേണ്ടതായി പുതിയാപ്പിള കാണണോ? അല്ലാതെ പുതിയാപ്പിളന്റെ അനിയനല്ല, ജ്യേഷ്ഠനല്ല കാണേണ്ടത്, അല്ല ചങ്ങായിമാർ കാണേണ്ടതല്ല. ഒരു പെണ്ണിനെ നോക്കുന്നെങ്കിൽ അത് പുതിയാപ്പിള തന്നെ നോക്കണോ, അല്ലെങ്കിൽ പുതിയാപ്പിളിന്റെ ഉപ്പ നോക്കിയിട്ട് ഓക്കെ ആക്കിയാൽ മാത്രം. ഇതെന്തുമില്ല, ഓൻ ഗൾഫിലുണ്ട്, ബാപ്പക്ക് ഫോണാക്കുന്നു, ഉമ്മക്ക് ഫോണാക്കുന്നു. ഇതാ ഞാൻ വരുമ്പോൾ സെറ്റാക്കിയിട്ട് വെക്കാവാ, അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചു വന്നിട്ട് ഓണർക്ക് പോകുന്നുണ്ട്. വന്നിട്ട്
ഓൻ വന്നിട്ട് ചട്ടാക്കിയത് ശരിയായിട്ടില്ല, എനിക്ക് പിടിച്ചിട്ടില്ല, ക്യാൻസർ. ഒരു കൊല്ലതിൻ്റെ ശേഷം ക്യാൻസർ, 6 മാസമായതിൻ്റെ ശേഷം ക്യാൻസർ. അതിൻ്റെ ഷാപ്പ് വേറെ വേണ, വേറെ തകട് വെക്കണ്ട നിനക്ക്, അള്ളാഹു കാക്കട്ടെ. അപ്പൊ പെണ്ണ് നോക്കുന്ന സമയത്ത് നല്ല ദീനിയായ പെണ്ണിനെ നോക്കണം, ചന്തം നോക്കിയിട്ട് കൊടുങ്ങണ്ട. തറവാട് നോക്കുന്ന സമയത്ത് ഏറെ പ്രസവിക്കുന്ന സ്നേഹിക്കുന്ന പെണ്ണിനെ നോക്കണം. അതുപോലെ തന്നെ അവലെ ചന്തമല്ല വേണ്ടത് ദീനാൻ. ഫൽഫർ ബിദാത്തി ദീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ ബാപ്പാന്റെ ഏറ്റവും വലിയ കടമ ബാധ്യത പെണ്ണ് കെട്ടുന്ന സമയത്ത് നല്ല ദീനിയായ പെണ്ണിനെ കെട്ടിക്കോളണം. പിന്നെയോ പെണ്ണ് കെട്ടിയതിൻ്റെ ശേഷം വൈവാഹിക ജീവിതത്തിൽ കടന്നതിൻ്റെ ശേഷം അതിൽ ജനിക്കുന്ന കിടാവ് ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല പേര് വെക്കണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് കേട്ടപ്പോഴാണ് ആ ചെറുപ്പക്കാരനായ റൗഡി പറയുന്നത്, തങ്ങളെ ഞാൻ ഉപ്പാനും ഉമ്മാനെ അടിക്കാൻ കാരണം, എൻ്റെ പുരല് ശല്യപ്പെടുത്താൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ ബാപ്പ കെട്ടിയ എൻ്റെ ഉമ്മ ഉണ്ടല്ലേ, ഇത്രയും വടക്ക് പെണ്ണ് ലോകത്തിലില്ല. എനിക്ക് വെച്ച പേരാണെങ്കിൽ കുരുടയ്ക്ക എന്നാണ്. വണ്ട് വണ്ട് അറിയില്ല, വണ്ട് വണ്ട് അറിയോ? വണ്ട്. എൻ്റെ ഉപ്പ എനിക്ക് പേര് വെച്ചത് ബണ്ട്. അറബിയിൽ വേറെ അർത്ഥമുണ്ട്. എന്നെ എല്ലാവരും കിടാക്ക ബണ്ട് എന്ന് വിളിക്കുന്നത്, വണ്ട്. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഉമർ ഖത്താബിന് അച്ഛൻ വന്ന് റളിയല്ലാഹു അൻഹു, കെട്ടിയ പെണ്ണ് ഒരു താന്ന പെണ്ണാണ്, അതും പേര് വെച്ചത് വേണ്ടാത്ത പെണ്ണാണ്, പിന്നെ അവൻ റൗഡിയാവാതിരിക്കുവോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ജനിക്കുന്ന മക്കൾ നല്ല മക്കളാവണമെങ്കിൽ, ദീനിയായ മക്കളാവണമെങ്കിൽ, മക്കളെ ഹാഫിളാവണമെങ്കിൽ, ഉമ്മ ഉപ്പാനെ അനുസരിക്കുന്ന മക്കളാവണമെങ്കിൽ പേര് വെക്കുമ്പോ നല്ല ദീനിയായ പേര് വെക്കണം, അംഗീകരിക്കുന്ന നിലക്കുള്ള പേര് വെക്കണം. നല്ല പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേരുള്ള ഒരു വീട്ടില് അവിടെ ഖൈറുല്ലാഹു ഏറ്റുകൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഏത് പേര് വെക്കും? മുഹമ്മദ് അബൂബക്കർ, മുഹമ്മദ് ഉസ്മാൻ, മുഹമ്മദ് അലി, മുഹമ്മദ് ഹൈദർ, ഇങ്ങനെ മുഹമ്മദ് എന്ന് കൂട്ടിക്കൊടുത്ത് വളരെ നല്ലതാണ്. ഇതെന്തുമില്ല, എനിക്കൊരു പേര് വേണം. എങ്ങനത്തെ മക്കളെ എങ്ങനത്തെ പേര്? എന്റെ പേരും ഓളെ പേരും ഒന്നിച്ചിട്ടാണ്. എന്റെ പേരും ഓളെ പേരും കൂട്ടിയിട്ട് ഒരു പേര് വേണം എന്റെ കിടാവിന്. അപ്പൊ എന്താ നിന്റെ പേര് കണ്ടോ? എൻ്റെ പേര് മൂസ, എൻ്റെ ഓളെ പേരങ്ങനെ സാറ, സമൂസ എന്ന് വെക്ക്. ആയില്ലേ? കൂട്ടിയിട്ടായില്ലേ? സമൂസ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പേര് വെക്കുമ്പോ ഞങ്ങളെ മക്കൾക്ക് നല്ല പേര് വെക്കുമ്പോ ഫിദാ ഫദാ ഖദാ സുബ്ഹാനല്ലാഹ് വെക്കണ്ടെന്നല്ല, ഫിദാ നല്ല പേര്, ഖുദാ. എന്നെ മുഅ്മിനീങ്ങളെ പേര് വെക്കുമ്പോ നല്ല പേര് വെക്കണം, ആണാവട്ടെ പെണ്ണാവട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ എൻ്റെ മുഅ്മിനീങ്ങളെ ഒരു കിടാവ് ചീത്തയാകുന്നതിൻ്റെ കാരണം എന്താ? ഒരു കുട്ടി ചീത്തയാവാകാനുള്ള കാരണം എന്താ? അബവാഉ യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കിടാവ് ബടക്കാവാനുള്ള കാരണം, കഞ്ചാവിൻ്റെ ഉടമയാകാൻ കാരണം, പലിശ വാങ്ങുന്നവനാകാൻ കാരണം എന്താണെന്നറിയോ? ഉമ്മ ഉപ്പയാടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? ഇന്ന് നോക്ക്, കിടാക്കളെ ബർത്ത്ഡേ ആക്കുന്ന ഒരു കെട്ട് ഇവിടെ ഉണ്ടോ? ബർത്ത്ഡേ ഉണ്ടാ? അവിടെ ഇരിക്കുവാനെ, എന്നിട്ട് മനസ്സിലായിട്ടേ ഇല്ല. അറബി ഗൾഫിൽ പോയെങ്കിൽ ഞമ്മ
ചിലപ്പോൾ അറബിയറിയാത്തവർ താലിന്ന് വിളിക്കുമ്പോൾ എന്തെല്ലോ ആവലുണ്ട് ഞമ്മ. അള്ളാഹു ഞമ്മലെ കാക്കട്ടെ, പടച്ചിറപ്പ് ഞമ്മലെ സലാമത്താക്കട്ടെ. എൻ്റെ മോമിനിങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞത്? ഞാൻ ബർത്ത്ഡേ, ബർത്ത്ഡേ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം നമുക്ക്. അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് നമുക്ക് സന്തോഷമുണ്ടാ? വേണ്ടേ? സന്തോഷം വേണ്ടേ? വേണം, ഉണ്ടാവണം. റസൂലുള്ളാഹിന്റെ പിറന്ന കൊല്ലം നബിദിനം ആഘോഷിക്കുമ്പോ ഒരു 50 കിലോ അരി ഞാൻ കൊടുക്കാം എന്ന നിയത്ത് വേണ്ടേ? നല്ലൊരു ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട പേരിൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഞാനിതാ 1000 കൊടുക്കാം, 2000 കൊടുക്കാം, 3000 കൊടുക്കാം. അതേ നിലക്ക് നമ്മളെ മോന്റെ ബർത്ത്ഡേക്ക് ചെലവാക്കുന്ന കാശെത്ര? 1000മോ 2000മോ 3000മോ അല്ല, ലക്ഷക്കണക്കിൽ ചെലവാക്കിയിട്ട് നമ്മളെ മോന്റെ ബർത്ത്ഡേ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മളെ മോളെ ബർത്ത്ഡേ ഉണ്ടാക്കുന്നു. എന്നാൽ യഥാർത്ഥമായ ബർത്ത്ഡേ എങ്ങനെയാണെന്നറിയോ? കേക്ക് മുറിച്ചിട്ടല്ല. കേക്ക് മുറിക്കണ്ടെന്നല്ല, തിന്നണ്ടെന്നല്ല, മുറുക്കി. പക്ഷേ എങ്ങനെ മുറിക്കണോ, എങ്ങനെ തിന്നണം, എങ്ങനെ ബർത്ത്ഡേ കൊണ്ടാടണം, ഇതെന്തുമില്ല. എല്ലാവരും വിളിച്ച് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ പറഞ്ഞോ, എല്ലാവരും കൂടി, ഉമ്മമാരും പെങ്ങന്മാരും എല്ലാ നാട്ടുകാരെല്ലാം കൂടിയിട്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു കേക്കെല്ലാം കൊള്ളുന്നു. 2 കിലോ 10 കിലോ കേക്കെല്ലാം കൊള്ളുന്നു. അതിനെ മുറിക്കുമ്പോൾ അപ്പി ബായി ബോയ് പാട്ട്, എന്തെല്ലാം പാട്ടെല്ലാം പാടിയിട്ട് അതിനെ മുറിച്ചിട്ട് തിന്ന് അപ്പുറം ഇപ്പുറം തിന്നിച്ച് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പോകുമ്പോ ഒക്കറ നീ കിഴവന് നോക്കിയേ, എന്ത് മണ്ടേ പോലെയുള്ളല്ലേ, തകട് പോലെയുള്ളല്ലേ, എന്നിൻ്റെ ആയി തിന്നിനെ പോനെ, എന്ത് സ്വീറ്റായിട്ട് തിന്നത്. പോകുമ്പോലെ ചൊല്ലിക്കൊണ്ട് പോന്നെ അബ്ബാ ആ കിടാവ്. പിന്നെ എനിക്ക് ആ കിടാവിനെ കണ്ണ് തട്ടിയിട്ട് എന്തെല്ലാം ആയി പോവല്ലേ, അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഒരു ബർത്ത്ഡേ നടത്തുന്നത് എന്തിനാണ്? സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉമ്മമാർ കിടാക്കലില്ല. ഉസ്താദേ എനിക്കൊരു കിടാവ് വേണോ, എനിക്കൊരു കുഞ്ഞി വേണോ, ഒരു കുഞ്ഞിക്കാല് വേണോ, ദുആരക്ക് ഉസ്താദേ. ഉസ്താദന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ച് നേർച്ച കൊടുത്ത് എത്രയോ പൈസ ചെലവാക്കി കുഞ്ഞിക്ക് വേണ്ടിയിട്ട്, എത്രയോ മരുന്നാക്കി കുഞ്ഞിക്ക് വേണ്ടിയിട്ട്, എത്രയോ തങ്ങന്മാരെ കൊണ്ട് ഊതിച്ചു, തങ്ങളെ വെള്ളം കുടിച്ചു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കുഞ്ഞായിട്ട് ഒരു കൊല്ലം റബ്ബേ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കൊണ്ടാടുന്നത് കേക്ക് മുറിച്ചിട്ടും അതാ കോഴി ഉണ്ടാക്കിയിട്ടും ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ ആ കിടാവിൻ്റെ യഥാർത്ഥമായ ബർത്ത്ഡേ കൊണ്ടാടുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കൊല്ലം പൂർത്തിയായി നിന്റെ കുഞ്ഞിനെ ഇരുത്തിയിട്ട് ബുർദ മജ്ലിസാക്കിയിട്ട്, അല്ലെങ്കിൽ മജ്ലിസുൻ നൂറോ അല്ലെങ്കിൽ മഹദറത്തുൽ ബദരിയോ ഏതും ആവട്ടെ, ഏത് നിങ്ങൾക്ക് കഴിയുന്ന അത് ഒരു മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാക്കിയിട്ട് തങ്ങന്മാരെ സാദാത്തുക്കളെ വിളിച്ചിട്ട് മൈലാമാരെ വിളിച്ചിട്ട് നല്ലൊരു മൗലിദ് കഴിച്ചിട്ട് അല്ലാഹ് ആ മജ്ലിസിൽ ദുആ ഇറക്കണം. അല്ലാഹ് എൻ്റെ കുഞ്ഞിക്ക് 1 വർഷമായി റബ്ബേ, ഇനിയും ഒരുപാട് വർഷങ്ങൾ ആഫിയത്തോടുകൂടെ കൊടുക്കണം അല്ലാഹ്. കുഞ്ഞില്ലാത്ത സമയത്ത് നീ എനിക്കൊരു കുഞ്ഞി തന്നു റബ്ബേ, ഈ കുഞ്ഞിന്റെ ആയുസ്സിനെ നീ ഏറെ ആക്കണം അല്ലാഹ് എന്ന് ദ്വാരക്കണ്ടേ? അതല്ല ബർത്ത്ഡേ. ആയുസ് ഏറെയാവണം, ആഫിയത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും എൻ്റെ കിടാവിനെ ആലിമാക്കണം, എൻ്റെ കിടാവിനെ ആബിദാക്കണം, എൻ്റെ കിടാവിനെ ഹാഫിദാക്കണം, നല്ല ബുദ്ധിയുള്ള നല്ല ഇൽമുള്ള മക്കളാക്കണം എന്ന് ദ്വാരക്കേണ്ട മജ്ലിസ്. പക്ഷേ ആ ശൈലിയിൽ ബർത്ത്ഡേ കൊണ്ടാടുന്നുണ്ടോ? ഉണ്ടോ? ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ചെലവാക്കിയിട്ട് അന്ന് ചോറും ചാറും കൊടുത്തിട്ട് കണ്ണേറിട്ടല്ലാതെ ഒരു മൗലിദിന്റെ മജ്ലിസ് നടത്തിയോ, ഒരു ദുആ നടത്തിയോ? ഇല്ല. ബർത്ത്ഡേ നടത്തണമെന്ന് ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ നടത്തുന്ന ആ ക്രമത്തിലാണ് നടത്തേണ്ടത്.
പക്ഷേ മഹാന്മാരായ സാദാത്തുക്കള്, മഹാന്മാരായ ആരിഫീങ്ങളെ ഔലിയാക്കന്മാരെ ബർത്ത്ഡേ കൊല്ലം നടത്തുമ്പോ, റിഫായി റാത്തീബ് നടത്തുമ്പോ, മൊയ്തീൻ ശൈഖിന്റെ ആണ്ട് നടത്തുമ്പോ, അതുപോലെ അള്ളാന്റെ റസൂലിന്റെ സലാത്ത് വാർഷികം നടത്തുമ്പോ എങ്ങനെയാണ് നടത്തേണ്ടതെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മജ്ലിസിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു പോയി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാൻ വേണ, മുഅ്മിനായിട്ട് മുന്നോട്ട് പോണ. റസൂലുള്ളാഹിന്റെ മജ്ലിസ്, മഹാന്മാരെ മജ്ലിസ്, ഔലിയാക്കന്മാരെ മജ്ലിസ്, സാലിഹീങ്ങളുടെ മജ്ലിസ് നല്ല നിലക്ക് ഉഷാറാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോ സുബ്ഹാനല്ലാഹ് റാത്തീബാക്കണ്ടേ? നമ്മളെ നാട്ടിൽ റാത്തീബ് വേണ്ടേ? വേണം. കുത്തിവെത്ത് വേണ്ടേ? വേണം. അവ എങ്ങനെ റാത്തീബ് നടത്തേണ്ടത്? പണ്ടെങ്ങനെ നടത്തിയത് അത് നോക്കണ്ട. ഇപ്പൊ റാത്തീബ് ഞമ്മ നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ അല്ലേ ചൊല്ലി. അല്ലാഹു ഹാദിരി വർക്ക് പോട്ട് എത്ര പറഞ്ഞുകൊണ്ടായി മുമ്പ്? പണ്ട് എത്ര പറഞ്ഞുകൊണ്ട് ഒരു ദിക്ർ 111. മൗലിദ് തവൽ എത്ര ഉള്ളേ? 100 അല്ലേ? നിങ്ങൾ നോക്കിയിട്ടേ കിതാബ് 111 പണ്ടെല്ലാം 111 ഓരോരോ ദിക്റും ചൊല്ലിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എത്തി 11 ഉണ്ടാ. അതും കുറഞ്ഞിപ്പ 6 മതി. എന്തേ ഉസ്താദ്? കഴിഞ്ഞ കൊല്ലം കിടാക്ക് ഇറങ്ങിന ഉസ്താദ്, ഇപ്രാവശ്യം 6 മതിയാവാം. പിന്നെ ഇറച്ചോ കിണ്ടോളൂ, 1 കിണ്ടോൾ മതിയായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം അടിയായിന്, ഇപ്രാവശ്യം 2 കിണ്ടോളാക്കണം. ഇറച്ചി 2 കിണ്ടോളോ. പിന്നെ ദിക്ർ 6, ദിക്ർ കുറഞ്ഞി, ഇറച്ചി ഏറെ. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. അപ്പൊ എന്ത് വേണം? ലാ യസ്ലു ആഖിറു ആദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്തിന്റെ മനുഷ്യന്മാർ നന്നാവണോ? പണ്ടുള്ള ആചാരങ്ങൾ ശരിയായി കൊണ്ടുവരണോ? പണ്ടെങ്ങനെ കുത്തിബിയത്ത് നടന്നത് അതേപോലെ നടത്തണോ? പണ്ട് റാത്തീബ് എങ്ങനെ നടത്തിയത് അതുപോലെ നടത്തണോ? എങ്ങനെയാണ് സലാത്ത് വാർഷിക സലാത്ത് നടന്നത് അതുപോലെ നടത്തണോ? ഖുർആൻ ഓതുമ്പോൾ ഖുർആന്റെ ക്രമപ്രകാരം ഓതണോ? അങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ ശരിയായ നിലക്കുള്ള ദിക്ർ ചൊല്ലണോ? നിസ്കാരത്തിന്റെ ശേഷം ഒരു 100 ദിക്റുണ്ട് ഇല്ലേ? എത്ര ദിക്ർ? 100. ഞാൻ പെട്ടെന്ന് നിർത്തും ഇൻഷാ അല്ലാഹ്. 100 ദിക്റുണ്ട് അല്ലേ? നിസ്കാരത്തിന്റെ ശേഷം 100 ദിക്റില്ലേ? ചൊല്ലിയതെല്ലാം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്രയായി? 100 ദിക്റായി. ഇതാര് ഇജാസത്ത് തന്നത്? ശംസുൽ ഉലമയല്ല, താജുൽ ഉലമയല്ല, കന്യത്ത് ഉസ്താദല്ല, അവരെ എല്ലാവരും നേതാവായ മുഹമ്മദ് മുസ്തഫ. ഈ ദിക്ർ ചൊല്ലോൻ ചൊല്ലിയതാരി? ഇ കെ ഉസ്താദും അല്ല, എ പി ഉസ്താദും അല്ല, കന്യത്ത് ഉസ്താദും അല്ല, പിന്നാരി അള്ളാന്റെ റസൂൽ ചൊല്ലിയതല്ലേ അല്ലേ? വേറെ ഇതിനേക്കാളും വലിയ ഇജാസത്തുള്ള ഒരു ദിക്ർ വേറെ ഉണ്ടാ? ഇത് ചെല്ലോ നമുക്ക് സമയമുണ്ടാ? നിസ്കരിച്ചിട്ട് സലാം വീട്ടുമ്പോ പോയിട്ടായി ഒറ്റ ഓട്ടം. സ്കാരത്തിന് ശേഷം എത്ര ദിക്റുണ്ട്? ഒരു 100 ദിക്ർ ചൊല്ലിയാൽ, ആ ദിക്ർ ചൊല്ലിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദിക്റുകളും നമ്മളെ ഇബാദത്തുകളും നമ്മളെ നേർച്ചയും നമ്മളെ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വഅദ് ഞാൻ നിർത്തുകയാണ്. എനിക്ക് ആരോഗ്യം വളരെ കുറവുണ്ട്, ആഫിയത്ത് വളരെ കുറവുണ്ട്. ഷുഗർ നിങ്ങളെക്കാൾ ആരാണ്? നിങ്ങൾ ഷുഗറുള്ളവരുണ്ട് ഇവിടെ? ഷുഗറുള്ളവരില്ലേ? അല്ലാഹു എല്ലാം ആഫിയത്തിലാക്കി തരട്ടെ. ഷുഗറുണ്ട്, പ്രഷറുണ്ട്. ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എല്ലാം കുറവാണ്. 4 അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വരുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമായി. യൂസുഫ് ഫൈസി നമ്മളെ ശരിക്ക് ഒന്നിച്ചിട്ട് ഓതിയാണ് ഉസ്താദ്. നമ്മളെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഖത്തീബ് ഉസ്താദും നമ്മൾ പരിചയമുള്ള ആൾ. മുഅദ്ദിൻ ഉസ്താദ് ഇപ്പോൾ പരിചയമായത് മലപ്പുറക്കാരനാണ്. വളരെ ദൂരത്തുനിന്ന് വന്ന മുഅദ്ദിൻ സാഹിബ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സാണ്. നിങ്ങളെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷം. ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ ആളെ പേരെന്ത്? ഷെരീഫ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്താക്കട്ടെ. നല്ല ഭക്ഷണം. എന്തെല്ലാം ഉണ്ടായി എന്നറിയാം. ബിരിയാണി വേണം, ഏതെല്ലാം കോഴിന് എന്തെല്ലാം ആക്കി, ഇറച്ചി ഉണ്ടായി. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അത് ഉണ്ടാക്കിയ ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മൾ ഉസ്താദന്മാർക്ക് ഭക്ഷണം നാൾക്കും അയക്കുന്നില്ല. കുത്തിരി വരുന്നില്ല ഉസ്താദ്? ഇവിടെ വരുന്നല്ലേ? അൽഹംദുലില്ലാഹ്. മദ്രസ പഠിപ്പിച്ച നമ്മളെ ഉസ്താദന്മാർക്ക്, ഖത്തീബായിട്ടും ഇമാമായിട്ട് നിൽക്കുന്ന നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ സദർ ഉസ്താദിന് നല്ല ഭക്ഷണം കൊടുത്തയക്കുന്നു. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ ഭക്ഷണം അല്ലാഹു നൽകട്ടെ. സ്വർഗത്തിൻ്റെ പാനീയം അല്ലാഹു നൽകട്ടെ. നമ്മളെ ഈ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് എടുത്ത മുമ്പുള്ളവരും ഇന്നുള്ളവർക്കും അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. മരിച്ചുപോയവരെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയാൻ ഒരുപാട് ഇൽമ് പറയാനുണ്ട്. കാരണം ഈ ദുനിയാവ് നിലനിൽക്കണമെങ്കിൽ 4 കാര്യം കൊണ്ടാണ്. ബിഇൽമിൽ ഉലമാ, വബിഅദ്ലിൽ ഉമറാ, വബിസഖാവത്തിൽ അഗ്നിയാ, വബിദഅവത്തിൽ ഫുഖറാ. മഹാന്മാർ പറഞ്ഞു, ഈ ദുനിയാവ് നിലനിൽക്കണമെങ്കിൽ ആലിമീങ്ങൾ ഇൽമ് പറയണം. ആര് പറയണ ഇൽമ്? ഏതെങ്കിലും ഒരാളല്ല. ഇന്നിപ്പോൾ പറയുന്ന ആൾ വലിയ, നമ്മൾ വിചാരിക്കുന്ന വലിയ ആലിമും എന്ത് അവൻ ചെന്നതിൻ്റെ മൗലൂദ് ശിർക്ക്, റാത്തീബ് ശിർക്ക്, സലാത്ത് ശിർക്ക്. ഇത് ശിർക്കല്ലാത്ത എന്തിൻ്റെ ഉണ്ട്? അബ്ബാ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവരല്ലാഹു ഹിദായത്തിലാക്കട്ടെ. കുത്തുബിയത്ത് ശിർക്ക്, മൗലിദ് ശിർക്ക്. മഹാന്മാർ പറഞ്ഞു, ദിക്റുൽ അംബിയാ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ. അമ്പിയാക്കന്മാരെ ചരിത്രം പറയൽ ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഔലിയാക്കന്മാരെ ചരിത്രം പറയുന്നത് അത് ദോഷം പൊറുക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. മൊയ്തിമാല പാടുമ്പോ, നഫീസത്ത് മാല പാടുമ്പോ, കൂടെ മറ്റേ ഉഹുദ് മാല, ഖന്തക്ക് മാല പാടുമ്പോ നമ്മളെ ദോഷത്തിന് അല്ലാഹു പുറത്തു തരുന്നു. അതേ നിലക്ക് അമ്പിയാക്കന്മാരെ മൗലിദ് ഓതുമ്പോ അത് കാരണമായിട്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ മാറ്റി കളയുന്നു. അത് ഇബാദത്താണ്. അതിനെപ്പറ്റി പറയുന്നത് ശിർക്ക്. മഹാനായ സംസുലുള്ള ശിർക്ക് എന്ന് പറഞ്ഞിന ഇങ്ങനെ മുണ്ടാത്ത് സംസുലമാനെ കുറിച്ചല്ലേ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. താജുൽ ഉൽമ പറഞ്ഞിന, കന്യത്ത് ഉസ്താദ് പറഞ്ഞിന. പിന്നാര് പറഞ്ഞിനെ? ഏതോ ഒരു പടുജാഹിൽ, 4ആമണോ പടുജാഹിലാണവനില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല, അവനോടടുക്കല്ല ഹബീബേ പോടോ, കഴുതക്ക് പുല്ല് പൊരിക്കടോ ഖൈറാടോ. പടുജാഹിൽ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. ജാഹിലല്ല, ഞമ്മല്ല ജാഹിലിങ്ങൾ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. പടുജാഹിൽ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവന്റെ മനസ്സിൽ ഓന് വലിയ ആള്, അള്ളാഹ് റസൂൽ അമാറായിഷക്ക് ആദ്മിഹേൻ. അള്ളാഹിന്റെ റസൂൽ ഞമ്മലെ പോലത്തെ ഒരു മനുഷ്യന്. എന്തേ ഞമ്മലെ പോലത്തെ മനുഷ്യന് അങ്ങ് ജിബ്രീൽ വരണ്ടേ? ഞമ്മലെ കൂടെ ജിബ്രീൽ വരുന്നുണ്ടാ? ഓന്റെ അടുത്ത് ജിബ്രീൽ പോക്കുണ്ടാ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണ്, യൂഹാ ഇലയ്യ, എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. അള്ളാഹിന്റെ റസൂൽ ചൊല്ലിയത്. ഓൻ ചെന്നേ റസൂലാക്കാൻ്റെ പോലത്തെ മനുഷ്യൻ ഞാൻ. എന്തായിപ്പോ അല്ലാഹു കാക്കട്ടെ. അതാണ് പടുജാഹിൽ എന്ന് പറഞ്ഞത്.
അവനോട് അടുക്കണ്ട, അവൻ്റെ ചങ്ങായിപ്പാട് വേണ്ട, അവനോട് കൂടുന്നതിനേക്കാളും കഴുതക്ക് പുല്ല് പൊരിക്കലാണ്. അള്ളാഹു കാക്കുമാരാകട്ടെ, അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. എല്ലാവരും എഞ്ചിക്കുന്ന പോലെ ഇലാഹി സല്ലിമിൽ ഉമ്മ ഇങ്ങോട്ട് വരും മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. നാളെ വരുമ്പോ കൊടുത്തേക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ ഭാഗത്ത് കവർ കൊടുക്കുന്നുണ്ട്. നാളെ വരുമ്പോൾ സലാത്തിൻ്റെ മജ്‌ലിസ് വരുമ്പോൾ തങ്ങ വരുന്നത് നാളെ ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൽ തറവാട്ടിലെ സലാഹുദ്ദീൻ സഖാഫിൻ്റെ വാദമുണ്ട്, സലാഹുദ്ദീൻ ഫൈസിൻ്റെ വാദമുണ്ട് അല്ലേ. നാളെ സലാത്തിൻ്റെ മജ്‌ലിസ് വരുമ്പോൾ കവർ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് തരുന്നു. ആവാ കൊടുത്തനാ ഇത് പെണ്ണുങ്ങൾക്കെല്ലാം കവർ കൊണ്ടുപോയിട്ട് കൊടുക്കുക. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഇതാ ആരിക്കലാക്കലക്കട എല്ലാ കവർ ഒരു നമ്പർ ഇട്ട് കൊടുക്കണം. എല്ലാം പറഞ്ഞത് 4 കവർ പറഞ്ഞല്ല. നാളെ വരുമ്പോ നല്ല സംഖ്യ നിങ്ങളെ നീയത്ത് വെച്ചിട്ട് ബുദ്ധിമുട്ട് നീങ്ങാൻ, വിഷമങ്ങൾ നീങ്ങാൻ, ദോഷം പൊറുക്കാൻ, മക്കൾ നന്നാവാൻ, കിടാക്കൾ ഉണ്ടാവാൻ എല്ലാം നീയത്ത് വെച്ചിരുന്ന നാളെ തങ്ങ ദ്വാരക്കുമ്പോ ആ ദ്വാ മഖ്ബൂലാവണം. നല്ല സംഖ്യ ഇരിട്ടോണം. ആണുങ്ങ നല്ല മുസാഫത്താക്കോ ഇന്നും തരണം. നാളെ വരുമ്പം പൈസ കൊണ്ടുപോകണം. കാല് വരുന്നല്ല, കീസ് ഫുള്ളായിട്ട് അത് എടുക്കുമ്പോൾ നോക്കൊന്നു 500 1000 വലിച്ചു തരണം. ഇതിങ്ങനെ ആക്കണ്ട. എല്ലാവരും അടുത്ത പേര് ഞാൻ അത് കൂടുതലൊന്നും പറയും. എനിക്ക് ഇൻഷാ അല്ലാഹ് ആഫിയത്തോട് ആരോഗ്യത്തോട് വന്നിട്ട് പറയാം. അള്ളാഹു തൗഫീഖ് ആഫിയത്ത് സന്തോഷം നൽകട്ടെ. എല്ലാവരും അടുത്ത പേര് അള്ളാഹുവിൻ്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വലാത്തിന് വലിയ ഫൗറുണ്ട്. നിങ്ങൾക്കറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് 3 കാര്യം പറഞ്ഞു. ഇങ്ങോട്ട് വരും. ഏതെല്ലാം? ഒന്ന്, അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, നബിയേ തങ്ങളെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളത് എനിക്ക് സന്തോഷമാണെന്ന് അബൂബക്കർ സിദ്ദീഖ്. ഞങ്ങൾ ഇപ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നുണ്ട, അബൂബക്കർ സിദ്ദീഖിനെ കണ്ട. പിന്നെ എന്തിപ്പോ റസൂലുള്ളാഹിന്റെ മജ്‌ലിസ് ആയത് കൊണ്ട് റസൂലുള്ളാഹിന്റെ നോട്ടോടെ കൊണ്ട് ഉണ്ടായില്ലേ? ഡയറക്റ്റ് ഇല്ലേ? ഗ്യാരണ്ടി അല്ലേ? നല്ല ദൃഢതയോട് പറയുന്നല്ലേ? സംശയം ഉണ്ടാ? റസൂൽ നോക്കുന്നില്ലേ? അല്ലാഹുവിന്റെ നോട്ടോടെ ഉണ്ടാവട്ടെ. മദീനയിൽ കിടക്കുന്ന അള്ളാന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസിന്റെ കൂട്ടത്തിൽ ഈ മജ്‌ലിസിനെ അള്ളാഹു ആക്കി തീർക്കട്ടെ. നമ്മളെ ബുദ്ധിമുട്ട് അള്ളാഹു തീർത്തു തരട്ടെ. സന്തോഷം അള്ളാഹു നിലനിർത്തട്ടെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന എനിക്ക് വലിയ സന്തോഷമാണ്. രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനെ പറഞ്ഞതെന്നറിയോ? ഇൻഫാഖു മാലി അലൈക, നബിയെ എൻ്റെ സമ്പത്ത് അള്ളാഹിന്റെ ദീനിൽ ചെലവാക്കാൻ എനിക്ക് സന്തോഷമാണ്. അത് ഞമ്മ ചെയ്യണം. അള്ളാഹിന്റെ ദീൻ എന്ത് ചെലവാക്കാൻ അത് ബഖീൽ കാണിക്കൊണ്ടിരാ. നമ്മളെ പള്ളിക്ക് വാള് വെച്ചിട്ട് കളക്ഷൻ ആക്കി കൊടുക്കണമെന്നില്ല. നമ്മളെ പള്ളിക്ക് ഞങ്ങൾ വന്ന് നോക്കണം. എന്തിൻ്റെ വേണു പോവാം. ഉസ്താദ് ബാദല പോയിന എൻ്റെ പകൽ ബാദൽ 4 പള്ളി AC ഇല്ലേ? എൻ്റെ പകൽ AC. അത് നീയത്ത്. ഇത് വാള് വെച്ചിട്ട് പബ്ലിക്കിൽ ചൊല്ലിട്ട് 4 AC മുഹമ്മദ് അബൂബക്കറിന്റെ 10 AC വേണം. നിങ്ങൾ ചൊല്ലി വേണം. പിന്നെ നമ്മളെന്നെ മനസ്സിലാക്കിയിട്ട് മദ്രസക്ക് എന്ത് വേണം, പള്ളിക്ക് എന്ത് വേണം കൊടുക്കണം. അത് ഈമാൻ. ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, എൻ്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിൽ ചെലവാക്കാൻ എനിക്ക് ഇഷ്ടമാണ്. വസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്, നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് അബൂബക്കർ സിദ്ദീഖ്. നമ്മ സ്വലാത്ത് എത്ര ചെല്ലുന്ന അത്ര കോണ നമുക്കുണ്ട്. മനസ്സിലായില്ലേ? ഒരു 10 സ്വലാത്ത് ചൊല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലിയതെന്തറിയോ? വഅമുറുഹു അല സിറാത്തിക്കൽ ബർഖിൽ ഖാത്തിഫ്, നാളെ സിറാത്ത് പോലെ കടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ കൊണ്ട് കടത്തുമെന്ന് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ. ഉമ്മമാരെ, ഒരു 10 സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ചൊല്ലിയെങ്കിൽ അവന് കിട്ടുന്ന കോണെന്തറിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സിറാത്ത് പോലെ കടക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്റായിൽ അലൈഹിസ്സലാം പറയുന്നതെന്തറിയോ?
നബി തങ്ങളെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയവണ്ണ് അവൻ്റെ റൂഹ് പിടിക്കുമ്പോ അമ്പിയാക്കന്മാരെ പോലെ ഞാൻ റൂഹ് പിടിക്കുമെന്ന്. അമ്പിയാക്കന്മാരെ റൂഹ് പിടിക്കുന്ന എങ്ങനെ? ആ രൂപത്തിൽ ഞാൻ പിടിക്കും സ്വലാത്ത് ചൊല്ലിയവനെ. മീക്കായിൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ അവനിക്ക് വേണ്ടി സുജൂദ് ചെയ്യും. ആർക്ക്? 10 സ്വലാത്ത് ചൊല്ലിയവനിക്ക്. എൻ്റെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നത് എപ്പറിയോ? എൻ്റെ ദോഷം പുറത്തതിന് ശേഷം. അവൻ്റെ ദോഷം അള്ളാഹു പുറത്തു എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ തല ഞാൻ ഉയർത്തു. എന്തൊരു ഫവറാ! 10 സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്ത് ചെല്ലുമ്പോൾ അത് എങ്ങനെ ചെല്ലും? ഇബാദത്ത് തന്നെ. ചിരിച്ചിട്ട് ചെല്ല്, കളിച്ചിട്ട് ചെല്ല്, നോക്കാതെ ചെല്ല്, നോക്കിയിട്ട് ചെല്ല്. എങ്ങനെ ചെല്ലും അത് ഇബാദത്ത്. ഈ സ്വലാത്തിനെ പോലത്തെ ഒരു ഫവറുള്ള വേറെ സാധനമില്ല. എല്ലാ പലർക്കും സലാത്തുണ്ട്. സലാത്തു താജുണ്ട്, സലാത്തു ഇബ്രാഹിമിയുണ്ട്, സലാത്തു നാരിയത്തുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് പറയണം, സ്വലാത്ത് വാർഷിക കൊണ്ടാടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വാർഷികത്തിന് വേണ്ടി ഇറച്ചി കൊടുത്തവരുണ്ടല്ലേ? ഇറച്ചിയില്ല ഇവിടെ? ആട്ടിറച്ചി തന്നവരില്ലേ? വരുന്ന കൊല്ലം ആട്ടാക്കണ്ടേ? ആണ്ടേ? വരുന്ന കൊല്ലം ആട് കൊടുക്കണം. ഉണ്ടാ? ആര് കൊടുക്കുന്നവരുണ്ടാ? നിയത്താക്കുന്നവരുണ്ട്. ഇന്ന് നിയത്താക്കുന്ന നാളെ തങ്ങളുടെ ഹദ്റത്തിൽ നിയത്താക്കും. അല്ല, ഇന്ന് എനിക്ക് ബർക്കത്തിന് ഒരാൾ പറയണം. ഏതിച്ചിനാ? അൽഹംദുലില്ലാഹ് നമ്മളെ ഏതിച്ചവരുണ്ട്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാർഷികത്തിന് വേണ്ടി അടുത്ത കൊല്ലം ഞമ്മളെ ആയുസ്സിനെ ഏറ്റ് ചെയ്യണം. ഇതിനേക്കാൾ ഉഷാറായിട്ട് ഒരു നല്ല വിജൃംഭനായ നിലക്ക് ഒരു സ്വലാത്ത് വാർഷിക നടത്താൻ തൗഫീഖ് നൽകണമല്ല. അത് കാരണമായി ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ ഇക്കൊല്ലം വന്ന കൊല്ലം, അല്ലാഹുവേ അവരുടെ നിയ്യത്ത് നീ പൂർത്തിയാക്കി കൊടുക്കണമല്ല. എന്ത് രോഗമാണോ നീ ശിവ നൽകണമല്ല. ഗൾഫിലുള്ള നമ്മുടെ മക്കൾക്ക് നല്ല ജോലി നൽകണമല്ല. ഇവിടെ ഉള്ള മക്കൾക്കും ജോലി നൽകണമല്ല. ഞങ്ങളെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളാക്കണമല്ല. നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് നല്ലൊരു സംഭാവന എല്ലാവരും കയ്യിൽ തന്നിട്ട് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. ഞാൻ ഇന്ന് വാത് പെട്ടെന്ന് നിർത്തിയത് ഞാൻ വളരെ ക്ഷീണമുള്ളത് കൊണ്ടാണ്. ഒരേ ദൂരത്ത് നിന്ന് വന്നതാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതെന്താ പറയും? അൽഹംദുലില്ലാഹ്. എല്ലാവരും സ്വലാത്ത് ചൊല്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ അല്ലാഹുവിൻ്റെ കയ്യിൽ ഒരുപാട് പേര് സംഭാവന തരുന്നവരുണ്ട് റബ്ബേ. അവരെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. ഉമ്മമാർ അവർ ബക്കറ്റിലേക്ക് നല്ലോണം സംഭാവന നൽകിയിട്ടുണ്ട് റബ്ബേ. ആ ഉമ്മമാരുടെ എല്ലാ ബുദ്ധിമുട്ട് നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർത്തു കൊടുക്കണം അല്ലാഹ്. ബേജാറ് നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. നമ്മൾ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് റബ്ബേ. വീടുകളിൽ ബർക്കത്ത് നൽകണമല്ല. നമ്മളെ വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണമല്ല. നമ്മളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണമല്ല. നമ്മളെ ബിസിനസ്സിൽ ബർക്കത്ത് നൽകണമല്ല. നമ്മളെ കൃഷിയിൽ ബർക്കത്ത് നൽകണമല്ല. നമ്മൾ എന്തെല്ലാം പ്രവൃത്തിയുണ്ടോ എല്ലാത്തിലും ബർക്കത്ത് നൽകണമല്ല. ഗൾഫിലുള്ള മക്കൾക്ക് നല്ല ജോലി നൽകണമല്ല. ഉള്ള ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കണമല്ല. നല്ല ജോലിയിലേക്ക് അപ്ലൈ കൊടുത്തവരുണ്ട്, നല്ല ജോലി നൽകണമല്ല. പടച്ച റബ്ബേ, ഇതുവരെ കൊഴിഞ്ഞിട്ട് നമ്മൾ മജ്ലിസിൽ ഇരുന്നവരാണ് അല്ലാഹ്. ഇൽമിൻ്റെ മജ്ലിസിന് വലിയ ഫവറുണ്ട് റബ്ബേ. ആ ഫവർ കൊണ്ട് അല്ലാഹ് നമ്മളെ ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. നമ്മളെ ഈമാൻ നീ സലാമത്താക്കണം അല്ലാഹ്.
അല്ലാഹുവേ ഇവിടെ ഓരോരുത്തരുടെ മനസ്സിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ നീ തീർത്തു കൊടുക്കണം അല്ലാ. ബേജാറുകളുണ്ടോ തീർത്തു കൊടുക്കണം അല്ലാ. പടച്ച റബ്ബേ കടങ്ങളിൽ മുങ്ങിയവരുണ്ടോ റബ്ബേ, കടത്തിൽ നിന്ന് നമ്മളെ സലാമത്താക്കണമല്ല, നമ്മളെ മക്കളെ സലാമത്താക്കണമല്ല, കടം വീടാനുള്ളൊരു വഴി കാണിച്ചു തരണമല്ല. അല്ലാഹുവേ ആരോട് കൈനീട്ടി ചോദിക്കാതെ ഇസ്സത്തിൽ ജീവിക്കാൻ നല്ലൊരു ജോലി നൽകണമല്ല, ഹലാലായ ജോലി നൽകണമല്ല. പടച്ച റബ്ബേ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ, അവരെ കഷ്ടമെല്ലാം നീക്കി അല്പമാക്കി കൊടുക്കണം അല്ലാ. പടച്ച റബ്ബേ ഒരുപാട് രോഗമുള്ളവരുണ്ട് അല്ലാ. ഈ മജ്‌ലിസിൽ ഒരുപാട് ഉമ്മമാർ രോഗികളുണ്ട് അല്ലാ, സഹോദരന്മാർ രോഗികളുണ്ട് അല്ലാ. എല്ലാവരുടെ രോഗം നീ ശിഫയാക്കണം അല്ലാ. പടച്ച റബ്ബേ എന്ത് രോഗമാണെങ്കിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹ്യങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഖുർആന്റെ ഹക്ക് കൊണ്ട് സർവ്വരോഗം ശിഫ നൽകണം അല്ലാ. ക്യാൻസർ നൽകല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, നമ്മളെ കിഡ്നി നീ ഫൈലാക്കല്ല അല്ലാ. അല്ലാഹുവേ നമ്മളെ കിഡ്നിക്ക് നീ ശക്തി നൽകണമല്ല, നമ്മളെ കൈകാൽക്കൾക്ക് ആഫിയത്ത് നൽകണമല്ല. അല്ലാ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലക്ക് ഞങ്ങൾ നീ ആക്കണമല്ല. ആർക്കും ഭാരമാകുന്ന നിലക്കുള്ള ഒരു രോഗം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. കിടത്തത്തിലാകുന്ന നിലക്കുള്ള ഒരു രോഗവും നൽകല്ല അല്ലാ. പടച്ച റബ്ബേ ഞങ്ങൾ ഉമ്മമ്മ പെങ്ങന്മാരുടെ ഗർഭപാത്രത്തിലുള്ള അതിന് വേദന ശിവ നൽകണമല്ല, കൈകാലുകൾക്ക് ആഫിയത്ത് നൽകണമല്ല. ഗർഭിണികളായ ഉമ്മമാരുണ്ടെങ്കിൽ സുഖപ്രസവം നൽകണമല്ല. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഖൈറായ മക്കൾ നൽകണമല്ല. തന്ന മക്കളെ സാലിഹായ മക്കളാക്കണമല്ല, ആലിമീങ്ങളാക്കണമല്ല, ഹാഫിദീങ്ങളാക്കണമല്ല. പടച്ച റബ്ബേ ഞങ്ങളെ മക്കളെ നല്ല ബുദ്ധിയുള്ള മക്കളാക്കണമല്ല. അല്ലാഹുവേ ഈ പള്ളിക്ക് സ്ഥലം നൽകിയ അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കണമല്ല. പടച്ച റബ്ബേ അവരെ കുടുംബത്തിൽ ഖൈർ നൽകണമല്ല. ഈ പള്ളി ജമാഅത്തിൽപ്പെട്ട കമ്മിറ്റിക്കാരുണ്ട് റബ്ബേ, ശമ്പളം മേടിച്ചിട്ട് ജോലി ചെയ്യുന്നവരല്ല, നിന്റെ ദീനിനെ ആശിച്ചുകൊണ്ട് നിന്റെ ദീനിന് ഖിദ്മത്തെടുക്കുന്നവരാണ് റബ്ബേ. അവർക്കുള്ള ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണമല്ല. നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരെ നന്നാക്കണമല്ല, കഞ്ചാവിൻ്റെ ഉടമയാക്കല്ല അല്ലാ, റൗഡികളോ തമ്മാടികളോ ഒക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ മക്കളെ ഞങ്ങളെ ചെറുപ്പക്കാരെ നന്നാക്കണമല്ല, നിന്റെ ദീനിന് ഖിദ്മത്ത് എടുക്കുന്ന മക്കളാക്കണമല്ല. 5 വക്ത് നിസ്കരിക്കുന്ന മക്കളാക്കണമല്ല, 5 വക്ത് അതാത് സമയങ്ങൾ നിസ്കരിക്കുന്ന മക്കളാക്കണമല്ല. പടച്ച റബ്ബേ അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന മക്കളാക്കണമല്ല.